ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തിന്റെ 3-ാം ദിവസം, അവസാന ദിവസം. ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളമായി വന്നിറങ്ങാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ഒരു കുടുംബത്തിൽ ഒരു കുടുംബിനിയുടെ മേൽ, ആ കുടുംബത്തിൽ വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ആവസിച്ച പരിശുദ്ധ അമ്മ, തിരുക്കുടുംബനാഥയായ പരിശുദ്ധ അമ്മ, സഹരക്ഷകയായ പരിശുദ്ധ അമ്മ, അമലോത്ഭവയായ പരിശുദ്ധ അമ്മ, വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മ, ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ, ആ പരിശുദ്ധ അമ്മയെ മുന്നിൽ കണ്ടുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്ത് ഈ ദിവസം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഓരോ മാതാക്കളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണമെങ്കിൽ അവരുടെ കൂടെ ദൈവ സ്നേഹത്തിന്റെ വിശുദ്ധി ഉണ്ടാവണം. നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയായിരുന്നു ഇന്നലെ. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകള്, പോരായ്മകള്, പാകപ്പിഴകളൊക്കെ നമ്മളിത് കണ്ടെത്തുകയായിരുന്നു. ഇനി നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുന്ന ഉത്തമയായ ഭാര്യയായി, ഉത്തമയായ അമ്മയായി മാറുവാൻ ആഗ്രഹിച്ച് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ദിവസം പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾക്കൊരു വചനം പറഞ്ഞു തരികയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വചനം. ജ്ഞാനം 1:7 വചനം പറയുകയാണ്, കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്രയിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. ശക്തമായ ഒരു വചനമാണ്. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത്, ആത്മാവ്, മനുഷ്യൻ പറയുന്നത് എന്തെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എല്ലാറ്റിനെയും ആശ്ലേഷിക്കുക എന്നതാണ്, എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുക എന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ നിന്റെ മുറിയിലിരുന്ന് ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോ നീ പറയുകയാണ്, എന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ എന്ന് നീ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് കേൾക്കും. ആത്മാവ് ആ ഇംഗിതം അറിഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ആഗ്രഹം മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ള വ്യക്തികളായി മാറണമെന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിൽ ഒരു മണവാളനെയും മണവാട്ടിയും നാം പരിചയപ്പെടും. മണവാളനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഉത്തമഗീതത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ഇപ്രകാരം മണവാട്ടി മണവാളനോട് പറയുകയാണ്, അങ്ങയുടെ ഇടതു കരം എനിക്ക് തലയണയാക്കണം, അങ്ങയുടെ വലതു കരം എന്നെ ആലിംഗനം ചെയ്യും. പ്രിയപ്പെട്ട മാതാക്കളെ, നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധയോടെ ശ്രമിക്കണം. അങ്ങയുടെ ഇടതു കരം എനിക്ക് തലയണയാകണം, അങ്ങയുടെ വലതു കരം എന്നെ ആലിംഗനം ചെയ്യണം. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അമ്മമാര് പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്ന ഒരു ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന എന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എന്റെ പരിശുദ്ധാത്മാവേ, എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന എന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണം. പറഞ്ഞ മക്കളെ, എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? പരിശുദ്ധാത്മാവ് നിങ്ങളെ ആലിംഗനം ചെയ്യാൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ കൃപ ജീവിതത്തിൽ വരാൻ ആഗ്രഹിച്ചുകൊണ്ട് മതിമറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ആത്മാവിന്റെ അഭിഷേകം ധാരാളമായി നമ്മളിലേക്ക് ചൊരിയപ്പെടുക. തുറന്ന ഹൃദയത്തിൽ, തുറന്ന മനസ്സിൽ, തുറന്നു നിൽക്കുന്ന ഒരു ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കും. അവരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. വിട്ടുകൊടുക്കുമ്പോൾ എന്ത് കാര്യവും പരിപൂർണമായ മനസ്സോടെ ചെയ്യുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ഏത് കാര്യമായിക്കൊള്ളട്ടെ, നീ ഒരു കൊച്ചു കാര്യം മിറ്റുവടിച്ചതാണോ, അതുപോലും പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന ആ വ്യക്തിയുടെ ആത്മാർത്ഥതയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. കാരണം പരിശുദ്ധാത്മാവ് എല്ലാം പൂർത്തിയാക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഏതാണ്? ഒന്നും പകുതിയാക്കി വെക്കില്ല, എല്ലാം പൂർത്തിയാക്കുക. പൂർണ്ണത അല്ലെങ്കിൽ ആത്മാർത്ഥ
ദൈവത്തിന്റെ വലിയ കരം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ഈ സമയം മതിമറന്ന് നിന്റെ മനസ്സിലെ ദുഃഖങ്ങള്, ഭാരങ്ങളെല്ലാം നീ വിട്ടുകൊടുക്കണം. നമ്മുടെ പാപങ്ങൾ യേശുവിന്റെ പക്കൽ സമർപ്പിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ദിവസമാണ് ഇന്നലെ. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും, ഭാരങ്ങളും, ആകുലങ്ങളും എല്ലാം കർത്താവിന്റെ പക്കലേക്ക് വെച്ചു കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിന്റെ പെരുമഴ ഓരോ അമ്മമാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ശക്തമായി വിളിക്കണം, പരിശുദ്ധാത്മാവേ. എല്ലാവരും വിളിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരണമേ. എന്റെ ശിരസ് മുതൽ പാദം വരെ ഓ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ കൽപ്പിച്ചപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കാൻ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്വരം ഉയർത്തി വിളിച്ച് പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പൊന്നു പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. അഭിഷേകം ഒഴുകട്ടെ, ശക്തിയോടെ, ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മാവിന്റെ അഭിഷേകം, ജീവനേകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കൊടുങ്കാറ്റായി വീശുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, സീനായി മലയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കാർമൽ മലയിൽ തീയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലെല്ലാം കത്തിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് പാടി പാടി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പരിശുദ്ധ അമ്മേ, എന്റെ പ്രിയപ്പെട്ട അമ്മേ, എന്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ തീക്കനല് കൊണ്ടുവരാൻ അമ്മ എന്റെ കൂടെ നിൽക്കണമേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ എന്റെ പരിശുദ്ധ അമ്മേ, കൃപ നിറയ്ക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്നിൽ ആളിക്കത്താൻ, വളർന്ന് ഫലപുഷ്ടിയുള്ളതാക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെ കരം പിടിക്കാം മക്കളെ. നമുക്ക് ഈശോ പിച്ച വെച്ച് നടന്നപ്പോൾ പിടിച്ച വിരൽത്തുമ്പിലേക്ക് എന്റെ പ്രിയപ്പെട്ട മാതാക്കളെ നിങ്ങളുടെ കരങ്ങൾ ചേർത്ത് വെക്കും. എന്നിട്ട് അമ്മയോട് പറ, അമ്മേ എന്റെ കൈവിരൽത്തുമ്പിൽ ഒന്ന് മുറുകെ പിടിച്ചോളെ. എന്റെ കുടുംബത്തെ ഈശോയുടെ പക്കലേക്ക് നയിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ അത് ധാരാളമായി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ എല്ലാ കൃപകളും കുടുംബത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ എനിക്ക് ധാരാളമായി തരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ
ഉപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ വചനം കേട്ടു. കർത്താവിന്റെ വചനത്തിലൂടെ നമ്മളെ ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് മതിമറന്ന് പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ. ഒരമ്മ പരിശുദ്ധാത്മാവിൽ ജീവിക്കണം. അവൾ ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപയിലാണ്, പരിശുദ്ധാത്മാവിന്റെ വരദാനത്തിലാണ്, പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിലാണ്. അപ്പോ ഉത്തമഗീതത്തിലെ പുസ്തകത്തിലെ മണവാട്ടിക്ക് പലപ്പോഴും മണവാളൻ നഷ്ടപ്പെട്ടു പോകും. മണവാളൻ വരുമ്പോ അത് കണ്ട് അതിനുവേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. ക്ഷീണം, അലസത ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. അതാണ് 5-ാമത്തെ അധ്യായം, ഉത്തമഗീതത്തിലെ പുസ്തകത്തില് 5-ാമത്തെ അധ്യായത്തില് നമ്മൾ ഇങ്ങനെ കാണുകയാണ്. മണവാളൻ മണവാട്ടിയോട് പറയും, ഞാൻ ഇതാ എന്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. മണവാട്ടി വിളിച്ചിട്ട് പറയുകയാണ്, എന്റെ സോദരി, എന്റെ മണവാട്ടി, ഞാൻ ഇതാ എന്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു, തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു. തിന്നുക തോഴന്മാരെ, കുടിക്കുക കാമുകന്മാരെ, കുടിച്ചു മതിക്കുക. മണവാളന്റെ ഒരു ഉച്ചസ്ഥലത്തുള്ള പ്രഘോഷണമാണ്. മണവാട്ടിയെ വിളിച്ചിട്ട് പറയുകയാണ്, സോദരി മണവാട്ടി, ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്, പൂന്തോട്ടത്തിലേക്ക് വരികയാണ്. നിന്നെ കാണുന്നത് എനിക്കൊരു പൂന്തോട്ടത്തിലേക്ക് വരുന്ന അനുഭവമാണ്. നീ എന്റെ പൂന്തോട്ടമാണ്. മണവാട്ടിനെ പൂന്തോട്ടമായിട്ടാണ് മണവാളൻ കാണുക. അത്രമാത്രം ആഗ്രഹിച്ച മണവാളൻ രാത്രിയിൽ മഞ്ഞുതുള്ളികൾ ഇറ്റിറ്റ് വീഴുന്ന രാത്രിയിൽ മണവാട്ടിയെ തേടി വരുമ്പോ മണവാട്ടിയുടെ അവസ്ഥ ഇതാണ്. മണവാളൻ വന്ന് മണവാട്ടിയുടെ ഹൃദയവാതിലിൽ, വീടിന്റെ വാതിൽ ഇങ്ങനെ മുട്ടുകയാണ്. അതാണ് 2-ാമത്തെ വചനത്തിൽ. ഞാൻ ഉറങ്ങി, എന്റെ ഹൃദയം ഉണർന്നിരുന്നു, അതാ എന്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. വാതിലിൽ ഇങ്ങനെ മുട്ടുകയാണ് മണവാളൻ. പക്ഷേ മണവാട്ടി പറയും, എന്റെ അങ്കി ഞാൻ ഊരിക്കളഞ്ഞു, എന്റെ പാദങ്ങൾ ഞാൻ കഴുകി. അങ്കി എങ്ങനെ തിരിച്ചിടും? എന്റെ പാദങ്ങൾ കഴുകി എങ്ങനെ മണ്ണ് ചുമട്ടും? എക്സ്ക്യൂസുകൾ പറഞ്ഞ് വാതിൽ കുളത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മണവാളനെ കാണാൻ പറ്റാതെ, അവന് വേണ്ടി വാതിൽ തുറക്കാൻ പറ്റാതെ മണവാളൻ തിരിച്ചു പോകുമ്പോ സങ്കടപ്പെടുന്ന ഒരു മണവാട്ടിയുടെ ചിത്രമാണ് ഉത്തമഗീതത്തിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ഒരു പക്ഷേ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ ഈ തരുണത്തിൽ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മണവാളന്റെ കൂടെ ജീവിക്കാനുള്ള ആ ഒരു സ്വർഗീയ സൗഭാഗ്യം മണവാട്ടിക്ക് നിഷേധിക്കപ്പെടാൻ കാരണം അവളുടെ ജീവിതത്തിന്റെ അലസതയാണ്, അവളുടെ ജീവിതത്തിന്റെ ന്യായീകരണങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിനെ കണ്ടെത്തി നമുക്ക് പല പല നീതീകരണങ്ങള്, നമ്മുടെ ജീവിതത്തിലെ മടി, ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ മടി, പല അമ്മമാർക്കും ഇപ്പോൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ മടി, അതിനൊക്കെ ഉണ്ട്. ഒരു പരാതിയോടെയാണ് പലതും ചെയ്യുക. അപ്പോൾ ഒരു സ്വർഗീയമായ ഒരു ആനന്ദം കുടുംബത്തിൽ കിട്ടില്ല. അപ്പോൾ ഈ സ്വർഗീയ ആനന്ദം നമുക്ക് തരിക അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് നമ്മളിലെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നിറഞ്ഞു നിൽക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ, നിറയണമേ നിറയണമേ എന്ന് ശുശ്രൂഷയുടെ സമയത്തെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണം, ഹൃദയം ജ്വലിക്കുന്ന ഒരമ്മയാക്കി എന്നെ മാറ്റണമേ എന്ന് ഓരോ അമ്മമാരും പ്രാർത്ഥിക്കണം. അപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ അങ്ങനെ എത്തും. അപ്പൊ നമ്മൾ ആദ്യമായി ശുശ്രൂഷയുടെ ആരംഭ ഭാഗത്ത് നമ്മൾ ഒരു വചന ഭാഗത്തിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട അധികവും നമ്മൾ വായിക്കുന്ന വചനഭാഗമാണ് സങ്കീർത്തന പുസ്തകം. സങ്കീർത്തന പുസ്തകത്തില് 126-ാമത്തെ അധ്യായം, അതൊരു ആനന്ദത്തിന്റെ അധ്യായമാണ്. അതൊരു പ്രാർത്ഥനയുടെയും സ്തുതിപ്പിന്റെയും ഒരു സമൃദ്ധിയുടെയും അധ്യായമാണ്. അപ്പൊ ഇത് നമ്മൾ ഇന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പ്രധാനപ്പെട്ട വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പൊ പ്രിയപ്പെട്ട അമ്മമാരെ, സങ്കീർത്തനം 126 എന്ന് പറയുക ആകെ 6 വചനങ്ങൾ അടങ്ങിയതാണ്. അവിടെ ഒരു തിരിച്ചു വരവിന്റെ ഗീതമാണ് നമ്മളവിടെ കാണുന്നത്. സങ്കീർത്തനത്തില് നമുക്ക് ഒരുപാട് ആരോഹണ ഗീതങ്ങളുണ്ട്. അതിൽ 7-ാമത്തെ ആരോഹണ ഗീതമാണ് 126-ാം സങ്കീർത്തനം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ഒരു വ്യക്തി കാലെടുത്ത് വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ സങ്കീർത്തനങ്ങളെയാണ് ആരോഹണ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ കാണുക
നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമ്പോൾ ആനന്ദിക്കുന്ന ദൈവജനത്തെയാണ് നമ്മൾ ഇവിടെ കാണുക. 126 സങ്കീർത്തനം ഞാനൊന്ന് വായിക്കാം. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചു. എന്നാൽ ഒരു വലിയ ഡെലിവറൻസിന്റെ ഗിഫ്റ്റ് കിട്ടിയ, അല്ലെങ്കിൽ ഒരു വിടുതല കിട്ടിയ, ഒരു ഫ്രീഡം കിട്ടിയ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദൈവജനം പറയുകയാണ്, ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് സ്വപ്നമായി തോന്നി. കാരണം ഒരിക്കലും മനുഷ്യന്റെ ചിന്തയിലോ ബുദ്ധിയിലോ കടന്നു വരാത്തത് പലപ്പോഴും സ്വപ്നത്തിൽ കടന്നു വരും. അപ്പോൾ അവർ അതിനെന്ത് പറയും? സ്വപ്നമാണ്, അത് നടക്കില്ല. അങ്ങനെയാണ് അവർക്ക് തോന്നുക. എന്ന് പറഞ്ഞാൽ ഇവിടെ തിരിച്ചു വന്നു അവരെ, എന്നിട്ട് സ്വപ്നമായി അവർക്ക് തോന്നുകയാണ്. അത്രമാത്രം നമ്മൾ പലതും നമ്മുടെ ജീവിതം തന്നെ മാറുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ജീവിതം മാറാൻ തുടങ്ങും. ജീവിതത്തിന് മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് മാറ്റം ഉണ്ടാകും പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയപ്പെടുമ്പോൾ. അപ്പൊ നമുക്ക് പലതും ഇതൊക്കെ സത്യമാണോ നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇത് സത്യമാണോ? ഇത് നടക്കുമോ? പ്രിയപ്പെട്ടവരെ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തില് പല കാര്യങ്ങളും നടക്കുമ്പോ ഞാൻ ഓർക്കാറുണ്ട്, ഇത് സത്യമാണോ? ഇത് ശരിക്കും നടക്കുകയാണ്. കാരണം ഞാനും നിങ്ങളുമൊക്കെ പരിശുദ്ധാത്മാവിലേക്ക് നിറയാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് താണിറങ്ങി വരികയാണ്. നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നും ഇത് സത്യമാണോ എന്ന്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ശരിക്കും ഒരു വലിയ ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോ കർത്താവിനോട് മുൻകൂട്ടി പറയുകയാണ്. ഞാൻ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈശോയോട് മുൻകൂട്ടി പറയുകയാണ്, എനിക്ക് ഇത്ര ദിവസം എന്റെ ശരീരത്തില് ഒരു ഓപ്പറേഷൻ നടക്കും. ഈശോയോട് പറഞ്ഞു. അപ്പോൾ അന്ന് ആ സമയത്ത് എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ല. അപ്പൊ ഞാൻ ഈശോയോട് ചോദിക്കുകയാണ്, ഈശോ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റി. എന്റെ കാല് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അത് ആ ഒരു ഓപ്പറേഷന്റെ അവസ്ഥ ഈശോ മുൻകൂട്ടി പറഞ്ഞ് എന്നെ ഒരുക്കുകയാണ്. എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ഒരു സ്നേഹിതനായി നിങ്ങൾ കൂടെ കൂട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നും നാളെയും വെളിപ്പെടുത്തി തരാൻ, കൈപിടിക്കാൻ, നിങ്ങളെ ഒരുക്കാൻ, നിങ്ങളെ സ്വർഗത്തോട് ചേർത്ത് പിടിക്കാൻ, നിരാശപ്പെടാതിരിക്കാൻ, സങ്കടപ്പെടാതിരിക്കാൻ ആത്മാവ് ഉള്ളിൽ ഒരു ആനന്ദം നിക്ഷേപിക്കും. അങ്ങനെ ഒരു ആനന്ദം വന്നാൽ എത്ര പ്രതിസന്ധിയും എത്ര വലിയ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ മുമ്പിൽ വന്നാലും ഒരിക്കലും നിങ്ങൾ തകർന്നു പോകില്ല. ഒരിക്കലും തകരാൻ നിങ്ങൾക്ക് പറ്റില്ല. അതാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് ഇവിടെ വചനം പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാണ്. അതായത് ഒരു സ്വപ്നമാണ്. നമുക്ക് പലതും സ്വപ്നമായി തോന്നും. ആത്മാവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോ പലരും സ്വപ്നമായിട്ടാണ് നമുക്ക് തോന്നുക. കാരണം ഇത് സത്യമോ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പുത്തനാക്കുകയാണ്. എല്ലാം പുത്തനാക്കും. എല്ലാം അതിശയോക്തിപരമായി നമുക്ക് തോന്നും. അതല്ലേ ശിഷ്യരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പന്തക്കോസ്താദിന്റെ ശിഷ്യർ ഒരുമിച്ചിരുന്നു. അവർക്ക് അവരുടെ ഭാഷ മാത്രമേ അറിയൂ. ശരിക്കും വാക്ചാതുര്യങ്ങളൊന്നുമില്ലാത്ത മുക്കുവരുണ്ട് ആ കൂട്ടത്തിൽ. ചുങ്കക്കാരുണ്ട്, അറിവുകളൊന്നുമില്ലാത്തവരുണ്ട്. പക്ഷേ പന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ അവരിലേക്ക് ഇറങ്ങി വന്നപ്പോ ഇവരുടെ ജീവിതം അതിശയകരമായി മാറി. എല്ലാവരുടെയും മുമ്പിൽ അവർ അതിശയിപ്പിക്കുന്ന വ്യക്തിയായി മാറി. പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, കുറവുകൾ ഏറെയുള്ളവരായിരിക്കും നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ ജീവിതം അതിശയിപ്പിക്കുന്ന വിധത്തിൽ ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അതിശയം പകരുന്ന വ്യക്തികളായി മാറണം. വിസ്മയം പകരുന്ന വ്യക്തികളായി നമ്മൾ മാറണം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണം എന്ന് ആഗ്രഹിച്ച മക്കളെ, ഓ പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് പൊതിയണമേ, എന്റെ ജീവിതത്തെ ഒന്ന് വാർത്തെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ആലിംഗനം ചെയ്യും. ഉറപ്പാണ് ഈ സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആലിംഗനം ചെയ്യും. നിങ്ങളുടെ കൂടെ വരും പരിശുദ്ധാത്മാവ്, നിങ്ങളെ ചേർത്ത് പിടിക്കും പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ശക്തി കുറവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ആ രാവിലെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മിലേക്ക് ധാരാളമായി വരുന്ന സമയമാണ്. ആസ്വദിക്കണം, ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു പകരപ്പെടൽ ഇന്ന് നമ്മുടെ എല്ലാ ജീവിതത്തിലും ഉണ്ടാകണം. ഓ പരിശുദ്ധാത്മാവേ, നമ്മളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ വചനം 126-ാം സങ്കീർത്തനത്തില് 2-ാമത്തെ വചനം,
അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഞങ്ങളുടെ നാവ് ആനന്ദ ആരവം മുഴക്കി. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോ ഒരു വ്യക്തിയിലുള്ളതാണ് ഈ ആനന്ദം എന്ന് പറഞ്ഞത്. പൊട്ടിച്ചിരിക്കും. കൊച്ചു കുട്ടികൾ പൊട്ടിച്ചിരിക്കുമ്പോ കളങ്കമില്ല. അത് കണ്ടു നിൽക്കുന്ന എനിക്ക് ദേഷ്യമല്ല, എനിക്ക് വെറുപ്പല്ല തോന്നുക, എനിക്ക് അവരോട് അതിയായ സ്നേഹം തോന്നും. എത്ര ഗൗരവമുള്ള മനുഷ്യനാണെങ്കിലും കൊച്ചുകുട്ടികൾ പൊട്ടിച്ചിരിക്കുമ്പോ പൊട്ടിച്ചിരിക്കും. ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം പ്രതിസന്ധികൾ ഏറെയുള്ളതാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി നമ്മളെ കീഴ്പ്പെടുത്തില്ല. അതിന്റെ മുകളിൽ കയറി നിന്ന് ആത്മാവിലൊന്ന് ആനന്ദിച്ച് ചിരിക്കാൻ നമുക്ക് പറ്റും. തലേ ദിവസം എത്രയധികം വേദനിപ്പിച്ച ജീവിത പങ്കാളിയുടെ കൂടെയാണെങ്കിലും നീ കടന്നതെങ്കിലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ആത്മാവിൽ ആനന്ദത്തോടെ വ്യാപരിക്കാൻ. അതാണ് ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വേദനയിലും ചിരിക്കുന്ന ആനന്ദിക്കുന്ന കൃപ അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരിക. പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിച്ച് മേടിക്കണം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. മക്കളൊന്ന് കണ്ടുപറച്ചേ, ഈ വചനം ഏറ്റു പറഞ്ഞു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നിട്ട് പറയും, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവിൽ ആനന്ദിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ആത്മാവിൽ നമുക്കൊന്ന് ആനന്ദിക്കണം. പരിശുദ്ധാത്മാവിൽ ഒന്ന് ആനന്ദിക്കാൻ ഒരു പ്രൈസിങ്. ആത്മാവിൽ ആനന്ദിച്ചാൽ ഒരു പ്രൈസിംഗ് ആണ്. എല്ലാത്തിലും സ്തുതിപ്പ് വരും. പിന്നെ സങ്കടമില്ല, എപ്പോഴും സ്തുതിപ്പാണ്. ഹൃദയത്തിൽ ഇങ്ങനെ സ്തുതിപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്, മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയ ഡോക്ടറോ നേഴ്സൊന്നും അല്ല, തുപ്പുകാരിയാണ്. അവളുടെ ജീവിതത്തിൽ അവളും ആ കുടുംബത്തിന്റെ അധ്വാനിക്കാൻ അവള് മാത്രമേ ഉള്ളൂ. ഭർത്താവ് ഒന്നിനും സഹകരിക്കത്തില്ല. കുറ്റപ്പെടുത്തലുകളും വെറുപ്പും ബുദ്ധിമുട്ടുകളും മാത്രമേ അവളോട് കാണിക്കാറുള്ളൂ. എപ്പോഴും അവൾക്ക് സങ്കടമാണ്. ഈ ബുദ്ധിമുട്ടേറിയ സമയത്തും അവൾക്ക് ഈ പകർച്ചവ്യാധിയുടെ സമയത്തെല്ലാം അവൾക്ക് ജോലിക്ക് പോകും. അവളോട് പറയാണ്, സിസ്റ്ററെ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഏതോ ഒരു കൃപ നിറച്ചിട്ടുള്ളത് കൊണ്ടാണ്. എത്ര രാത്രി കഷ്ടപ്പെട്ട് അവന്റെ വീട്ടിലെ പണി മുഴുവൻ ചെയ്ത് അവള് കിടക്കും. ഏകദേശം 11:30. എന്നാലും ആ സമയത്ത് മുട്ടുകുത്തി നിന്ന് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഓരോ ദിവസം ചെല്ലുന്തോറും സാമ്പത്തിക മേഖലകൾ തകരുന്നതല്ലാതെ ഉയരുന്നതായി ഒന്നും അവൾ കാണുന്നില്ല. പക്ഷെ അവള് പറയുകയാണ്, ഏതോ ഒരു ശക്തി എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് നിരാശ എന്നെ തൊടുകയില്ല. ആത്മാവിൽ ആനന്ദിക്കുന്ന വ്യക്തിക്ക് നിരാശപ്പെടാൻ പറ്റില്ല. നിരാശയും ആനന്ദവും ഒരുമിച്ച് പോവില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവെ ആത്മാവിൽ ഒന്ന് ആനന്ദിക്കാം, ഒന്ന് പൊട്ടിച്ചിരിക്കാം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിശയിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ എനിക്കൊരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ ബലം. പ്രിയപ്പെട്ട ഒരു വിശുദ്ധരൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. അൽഫോൻസാമ്മ ഏറെ സഹിച്ചു. അമ്മ ത്രേസ്യ ഒരുപാട് സഹിച്ചു. ലോക ദൃഷ്ടിയിൽ അവരൊക്കെ സഹിച്ചവരാണ്. എന്നാൽ ഇന്നോ അവരൊക്കെ വിശുദ്ധരാണ്. സഹിക്കുന്ന അമ്മയ്ക്ക് വിശുദ്ധയാകാൻ പറ്റും. അപ്പോൾ ഇത് നിനക്ക് സഹനമുണ്ടെങ്കിൽ നിന്നെ വിശുദ്ധിയാക്കാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ചേർന്നിരുന്ന് നിന്നെ ഒരുക്കുകയാണ്. നീ പ്രാർത്ഥിക്കണം, ഓ പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിൽ ആനന്ദിക്കാൻ എനിക്കൊരു കൃപ തരണേ പരിശുദ്ധാത്മാവേ. ഈ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുമ്പോ ഈ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മൂടിവെച്ച് മറ്റുള്ളവരോട് സന്തോഷത്തോടെ സംസാരിക്കാനും അവരെ ആനന്ദിപ്പിക്കാനും നമുക്ക് പറ്റും. എന്ന് പറഞ്ഞ എന്താ? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയപ്പെട്ടവരെ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കുറവിലേക്ക് പരിശുദ്ധാത്മാവ് നിറയും. നിറയണേ 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 നമ്മൾ പ്രാർത്ഥിക്കല്ലേ? എവിടെയാണ് നമ്മുടെ ഈ കുറവിലാണ്? മറ്റുള്ളവർക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് തീരുമ്പോ, നിന്റെ ആയുസ്സും ആരോഗ്യവും ഒക്കെ കുടുംബത്തിന് വേണ്ടി തീരുമ്പോ ഈ കുറവിൽ ആര് നിറയും? പരിശുദ്ധാത്മാവ് നിറയും. നിറയണമേ നിറയണമേ നിറഞ്ഞു കവിയണമേ. ഹൃദയം പാടുക. എവിടെയാണ് കുറഞ്ഞു തീരുന്ന വ്യക്തി, മുറിഞ്ഞു തീരുന്ന വ്യക്തി നിറയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മറ്റെല്ലാവരേക്കാൾ അധികമായി പരിശുദ്ധാത്മാവ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോകുമ്പോ പലപ്പോഴും ചങ്കുപൊട്ടി വേദനിക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത അനേകർക്കാണ് കർത്താവിന്റെ കൃപ ധാരാളം വെളിപ്പെടുത്തുക. ഈശോ ഒരുപാട് ശുശ്രൂഷകരെ ഈശോ ഉയർത്തുമ്പോ അവരുടെ ജീവിതങ്ങളിലെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെന്നാൽ എവിടെയാണോ വേദനിച്ചതും മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞതും കുറഞ്ഞതും
വേദനിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞു, നീ മറ്റുള്ളവർക്ക് വേണ്ടി കുറഞ്ഞു, സ്വയം കുറഞ്ഞു കൊടുത്തപ്പോ നിന്നിൽ നിറയാൻ പരിശുദ്ധാത്മാവ് ഇടം കണ്ടെത്തി. നീ നിറഞ്ഞു നിന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കുറയാതെ നീ നിറയാൻ തന്നെ ശ്രമിച്ചാൽ പരിശുദ്ധാത്മാവ് നോക്കുമ്പോ നിന്നിൽ നിറയാൻ ഇടം കിട്ടാതെ വരും. അതേ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പരിശുദ്ധാത്മാവിനോട് നിറയണമേ നിറയണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയാൻ ഇടം കണ്ടെത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് നിന്നോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. നീ സങ്കടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കുറയുമ്പോ, മുറിയുമ്പോ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ മുറിയുമ്പോ, ഉറക്കമടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ, നീ ഉറക്കമടച്ചിരുന്ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് നീ കഷ്ടപ്പെടുമ്പോ ഈ കുറവിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങും. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച മക്കളെ, എന്റെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കും. ആത്മാവിന്റെ അഭിഷേകം ചിറകടിച്ച് നമ്മൾ നിറയപ്പെടാൻ, കർത്താവിന്റെ കൃപ നിറയപ്പെടാൻ. അപ്പോൾ നമ്മുടെ നാം ആനന്ദ ഗാനം ആലപിക്കും, നമ്മൾ പൊട്ടിച്ചിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ പൊട്ടിച്ചിരിക്കും. ഓ പരിശുദ്ധാത്മാവേ, കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ, നിറഞ്ഞു കവിയണമേ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. ആഗ്രഹം ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവിൽ ആനന്ദിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ആത്മാവിൽ നമുക്കൊന്ന് ആനന്ദിക്കണം. പരിശുദ്ധാത്മാവിൽ ഒന്ന് ആനന്ദിക്കാൻ ഒരു പ്രൈസിങ്. ആത്മാവിൽ ആനന്ദിച്ചാൽ ഒരു പ്രൈസിംഗ് ആണ്. എല്ലാത്തിലും സ്തുതിപ്പ് വരും, പിന്നെ സങ്കടമില്ല, എപ്പോഴും സ്തുതിപ്പാണ്. ഹൃദയത്തിൽ ഇങ്ങനെ സ്തുതിപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്, മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയ ഡോക്ടറോ നേഴ്സൊന്നും അല്ല, തുപ്പുകാരിയാണ്. അവളുടെ ജീവിതത്തിൽ അവളും ആ കുടുംബത്തോട് അധ്വാനിക്കാൻ അവള് മാത്രമേ ഉള്ളൂ. ഭർത്താവ് ഒന്നിനും സഹകരിക്കത്തില്ല. കുറ്റപ്പെടുത്തലുകളും വെറുപ്പും ബുദ്ധിമുട്ടുകളും മാത്രമേ അവളോട് കാണിക്കാറുള്ളൂ. എപ്പോഴും അവൾക്ക് സങ്കടമാണ്. ഈ ബുദ്ധിമുട്ടേറിയ സമയത്തും അവൾക്ക് പകർച്ചവ്യാധിയുടെ സമയത്തെല്ലാം അവൾ ജോലിക്ക് പോകും. അവളോട് പറയാണ്, സിസ്റ്ററെ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഏതോ ഒരു കൃപ നിറച്ചിട്ടുള്ളത് കൊണ്ടാണ്. എത്ര രാത്രി കഷ്ടപ്പെട്ട് വല്ല വീട്ടിലെ പണി മുഴുവൻ ചെയ്ത് അവൾ കിടക്കും, ഏകദേശം 11:30. എന്നാലും ആ സമയത്ത് മുട്ടുകുത്തി നിന്ന് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഓരോ ദിവസം ചെല്ലുന്തോറും സാമ്പത്തിക മേഖലകൾ തകരുന്നതല്ലാതെ ഉയർന്നതായി ഒന്നും അവൾ കാണുന്നില്ല. പക്ഷെ അവള് പറയുകയാണ്, ഏതോ ഒരു ശക്തി എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് നിരാശ എന്നെ തൊടുകയുള്ളൂ. ആത്മാവിൽ ആനന്ദിക്കുന്ന വ്യക്തിക്ക് നിരാശപ്പെടാൻ പറ്റില്ല. നിരാശയും ആനന്ദവും ഒരുമിച്ച് പോവില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവേ ആത്മാവിൽ ഒന്ന് ആനന്ദിക്കാം, ഒന്ന് പൊട്ടിച്ചിരിക്കാം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിശയിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ എനിക്കൊരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ ബലം. പ്രിയപ്പെട്ട ഒരു വിശുദ്ധരൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. അൽഫോൻസാമ്മ ഏറെ സഹിച്ചു, അമ്മ ത്രേസ്യ ഒരുപാട് സഹിച്ചു. ലോക ദൃഷ്ടിയിൽ അവരൊക്കെ സഹിച്ചവരാണ്. എന്നാൽ ഇന്നോ അവരൊക്കെ വിശുദ്ധരാണ്. സഹിക്കുന്ന അമ്മയ്ക്ക് വിശുദ്ധയാകാൻ പറ്റും. അപ്പോൾ ഇത് നിനക്ക് സഹനമുണ്ടെങ്കിൽ നിന്നെ വിശുദ്ധിയാക്കാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ചേർന്നിരുന്ന് നിന്നെ ഒരുക്കുകയാണ്. നീ പ്രാർത്ഥിക്കണം, ഓ പരിശുദ്ധാത്മാവേ എന്റെ ആത്മാവിൽ ആനന്ദിക്കാൻ എനിക്കൊരു കൃപ തരണേ പരിശുദ്ധാത്മാവേ. ഈ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുമ്പോ ഈ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മൂടിവെച്ച് മറ്റുള്ളവരോട് സന്തോഷത്തോടെ സംസാരിക്കാനും അവരെ ആനന്ദിപ്പിക്കാനും നമുക്ക് പറ്റും. എന്ന് പറഞ്ഞ എന്താ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയപ്പെട്ടവരെ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കുറവിലേക്ക് പരിശുദ്ധാത്മാവ് നിറയും. നിറയണേ 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 നമ്മൾ പ്രാർത്ഥിക്കണേ. എവിടെയാണ് നമ്മുടെ ഈ കുറവിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് തീരുമ്പോ, നിന്റെ ആയുസ്സും ആരോഗ്യവും ഒക്കെ കുടുംബത്തിന് വേണ്ടി തീരുമ്പോ ഈ കുറവിൽ ആര് നിറയും? പരിശുദ്ധാത്മാവ് നിറയും. നിറയണമേ നിറയണമേ നിറഞ്ഞു കവിയണമേ. വെറുതെ എന്നെ പാടുക. എവിടെയാണ് കുറഞ്ഞു തീരുന്ന വ്യക്തി, മുറിഞ്ഞു തീരുന്ന വ്യക്തി നിറയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മറ്റെല്ലാവരേക്കാൾ അധികമായി പരിശുദ്ധാത്മാവ് നിറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോകുമ്പോ പലപ്പോഴും ചങ്കുപൊട്ടി വേദനിക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത അനേകർക്കാണ് കർത്താവിന്റെ കൃപ ധാരാളം വെളിപ്പെടുത്തുക. ഈശോ ഒരുപാട് ശുശ്രൂഷകരെ ഈശോ ഉയർത്തുമ്പോ അവരുടെ ജീവിതങ്ങളിലെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെന്നാൽ എവിടെയാണോ വേദനിച്ചതും മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞതും കുറഞ്ഞതും, വേദനിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞു
നീ മറ്റുള്ളവർക്ക് വേണ്ടി കുറഞ്ഞു, സ്വയം കുറഞ്ഞു കൊടുത്തപ്പോ നിന്നിൽ നിറയാൻ പരിശുദ്ധാത്മാവ് ഇടം കണ്ടെത്തി. നീ നിറഞ്ഞു നിന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കുറയാതെ നീ നിറയാൻ തന്നെ ശ്രമിച്ചാൽ പരിശുദ്ധാത്മാവ് നോക്കുമ്പോ നിന്നിൽ നിറയാൻ ഇടം കിട്ടാതെ വരും. അതേ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പരിശുദ്ധാത്മാവിനോട് നിറയണമേ നിറയണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയാൻ ഇടം കണ്ടെത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് നിന്നോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. നീ സങ്കടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കുറയുമ്പോ, മുറിയുമ്പോ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ മുറിയുമ്പോ, ഉറക്കമടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ, നീ ഉറക്കമടച്ചിരുന്ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് നീ കഷ്ടപ്പെടുമ്പോ ഈ കുറവിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങും. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച മക്കളെ, എന്റെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കും. ആത്മാവിന്റെ അഭിഷേകം ചിറകടിച്ച് നമ്മൾ നിറയപ്പെടാൻ, കർത്താവിന്റെ കൃപ നിറയപ്പെടാൻ, അപ്പോൾ നമ്മുടെ നാവാനന്ദ ഗാനം ആലപിക്കും. നമ്മൾ പൊട്ടിച്ചിരിക്കും, പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ പൊട്ടിച്ചിരിക്കും. ഓ പരിശുദ്ധാത്മാവേ, കണ്ണുകളടച്ചേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ, നിറഞ്ഞു കവിയണമേ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 126-ന്റെ 3 വീണ്ടും വചനം പറയുകയാണ്. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. അതിമനോഹരമായൊരു വചനമാണ് ഇതെല്ലാം. പരിശുദ്ധമ്മ പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിലാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മയാണ് പറയുക, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. ഓരോ അമ്മമാരും പറയണം, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങളെ ഓർത്ത്, നിയമങ്ങളെല്ലാം ഓർത്ത് പറയണം, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മേൽ പരിശുദ്ധാമ വന്നപ്പോ അവളൊരു പുത്രനെ ഗർഭം ധരിക്കുമെന്ന് പരിശുദ്ധാമ അവളോട് പറഞ്ഞു വെച്ചപ്പോഴും അവളുടെ ജീവിതത്തില് ഇത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, മുൻപിൽ വലിയ ഒരു ചോദ്യമുണ്ട്. മുമ്പിൽ ഉത്തരങ്ങളൊന്നും കാണുന്നില്ല, ഒരു വിചലന മാത്രം നിൽക്കുമ്പോ അമ്മ പറയുകയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമുക്ക് പറയാൻ പറ്റണം, എന്റെ ആത്മാവ്, എന്റെ കുടുംബം, എന്റെ കർത്താവ് ആനന്ദിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ ഒരു മുന്നിൽ കണ്ടുള്ള ഒരു സന്തോഷം, എല്ലാം ദൈവം കൃപയാക്കി മാറ്റുന്ന ഒരു സന്തോഷം ഒരമ്മയ്ക്കുണ്ടെങ്കിലേ കുടുംബത്തിൽ മുന്നോട്ട് പോകും. അമ്മ സന്തോഷിച്ചിരിക്കുവാണോ എല്ലാവർക്കും സന്തോഷമാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, വീട്ടിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ മമ്മി മിണ്ടാതിരിക്കും. അമ്മ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പപ്പായ്ക്ക് വിഷമം, ഞങ്ങൾക്ക് വിഷമമാണ്. പിന്നെ അമ്മയുടെ അടുത്ത് ഇരുന്ന് അമ്മേ മിണ്ടമ്മേ ഇങ്ങനെ പറഞ്ഞ് അമ്മയൊന്ന് ചിരിച്ചാൽ ഞങ്ങൾക്ക് എല്ലാം സന്തോഷമായി. കാരണം അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം കുഞ്ഞിലേ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് ആവശ്യത്തിനും അമ്മയോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, അമ്മ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ, അമ്മ അത് നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമാണ്. അമ്മ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ പോയിട്ടല്ല ഇത് സംഭവിച്ചിരിക്കുക. അമ്മ വീട്ടിലെ ഉത്തരവാദിത്വങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഏറ്റെടുത്ത് ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവം എല്ലാം നല്ലതാക്കും. അങ്ങനെ അമ്മ ചൂണ്ടിക്കാണിക്കും, കർത്താവ് നമുക്ക് എല്ലാം തരും. കർത്താവ് മാത്രമേ ഉള്ളൂ. അമ്മ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു, ഞങ്ങളെ അടുത്തിരുത്തി പഠിപ്പിക്കും, ഈശോ നമുക്ക് എല്ലാം തരും. ഒരു നല്ല വീടില്ലാത്തപ്പോഴും അടുത്തിരുത്തി പഠിപ്പിക്കും, ഈശോ ഞങ്ങൾക്ക് എല്ലാം തരും. ഇന്ന് പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആ പറഞ്ഞ വാക്കുകളൊക്കെ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മക്കളോട് പറഞ്ഞതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അന്ന് എന്തൊക്കെ അമ്മ ഈശോ തരുമെന്ന് പറഞ്ഞു അതൊക്കെ തന്നത് കാണാൻ ഇന്ന് എനിക്ക് പറ്റുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. എല്ലാവരും പറയണം, കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു, കർത്താവിൽ സന്തോഷിക്കുന്നത് ആവർത്തിച്ച് പറഞ്ഞു തുടങ്ങിക്കേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. വീണ്ടും വചനം പറയുകയാണ്, ഒരു പ്രാർത്ഥനയാണ് 4-ാമത്തെ വചനം. ഇതിനെ കുറിച്ച് പറയാൻ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും
ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. 4-ാമത്തെ വചനം ഇതാണ്: നെഗവിലെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. നെഗവിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം. അപ്പൊ അമ്മമാര് പ്രാർത്ഥിക്കേണ്ട 2-ാമത്തെ കാര്യം എന്നാണ്, കർത്താവെ ഒന്ന് അമ്മ തന്റെ ആത്മാവിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഓർത്ത് സന്തോഷിക്കണം. 2-ാമത്തെ കാര്യം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവെ നെഗവിലെ ജലപ്രവാഹങ്ങൾ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ, പുനഃസൃഷ്ടിക്കണമേ ഞങ്ങളുടെ ഐശ്വര്യം, പുതിയതാക്കണേ ഞങ്ങളുടെ ഐശ്വര്യം. അങ്ങനെ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പ്രാർത്ഥിക്കണം അമ്മ. അതെ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ പുനഃപ്രതിഷ്ഠിക്കും. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. അതെ, സ്നേഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്ന ഒരു ദൈവം നിന്റെ കുടുംബത്തെ പുനരുദ്ധരിക്കണമേ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കണേ എന്ന് ഒരു അമ്മ പ്രാർത്ഥിക്കുമ്പോ അത് കർത്താവ് കേൾക്കും, അത് കർത്താവ് തരും. ഇനി കർത്താവ് പറയുകയാണ്, വചനം പറയുകയാണ്, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. ഇന്ന് ഏതമ്മയുണ്ട് കരയാത്തത്? ഈ ഭൂമിയിൽ ഏതമ്മയുണ്ട് കരയാത്തത്? കൗരിറ്റ് കണ്ണുനീരെങ്കിലും വീഴ്ത്താത്ത ഒരമ്മമാരും ഈ ഭൂമിയിലില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ ഒരുപാട് കണ്ണുനീർ കണങ്ങൾ ഓരോ അമ്മയുടെയും കണ്ണിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പതിച്ചിട്ടുണ്ട്. ജീവിതത്തെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിതത്തെ ദുരിതങ്ങൾ ഓർത്ത്, ഇല്ലായ്മകൾ ഓർത്ത് കരയാത്ത അമ്മമാർ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ അവരോട് ഇതാ വചനം പറയുകയാണ്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർക്ക് ഒരവകാശമുണ്ട്, ആനന്ദഘോഷത്തോടെ കൊയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീരൊന്നും വെറുതെ പോയിട്ടില്ല. നമ്മൾ പറയില്ലേ, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഫലമില്ലെന്ന് വിചാരിച്ചാണ് നീ കരഞ്ഞത്, ഫലം കിട്ടുന്നില്ല എന്നോർത്താ നീ കരഞ്ഞത് എന്ന് കർത്താവ് പറയാണ്. ആനന്ദത്തോടെ കൊയ്യാൻ ഇതാ നിനക്കൊരവസരം ഞാൻ തരുന്നു. വീണ്ടും വചനം പറയാണ്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് പോകും. ഒരു പ്രതീക്ഷയാണ്, പ്രതീക്ഷ തരികയാണ് കർത്താവ്. നീ ഇന്ന് അനുഭവിക്കുന്നത് ഏതൊക്കെ അവസ്ഥയാണോ ഇത് നിനക്ക് ഭാരമാണ്, എടുക്കാൻ പറ്റാത്ത ചുമടാണ് നിന്റെ തലയിലിരിക്കുന്നത്. വലിയൊരു ബെഡനായിട്ട് നീ ഇതിനെ എടുത്തോണ്ടിരിക്കുമ്പോഴും കർത്താവ് നിന്നോട് പറയുകയാണ്, വിത്ത് ചുമന്ന വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും അതാണ്. ആഹ്ലാദത്തോടെ നിന്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ കൃപ നിറയ്ക്കാൻ നിനക്ക് പറ്റും. ഇതെല്ലാം ഒരമ്മ പ്രാർത്ഥിക്കുമ്പോ, ഒരമ്മ ത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോ, ഒരമ്മ അനുദമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തരും. അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് സന്തോഷത്തിന്റെ ഗാനങ്ങൾ ഉതിർക്കും. അമ്മയുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം അലയടിച്ചു നിൽക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്കും നിങ്ങൾക്കും നവീകരിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. സന്തോഷഭരിതമാക്കിയ ദിനങ്ങളിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. മക്കളെ വചനം എന്നിട്ട് പറഞ്ഞേ, കണ്ണുനീരോടെ വിധിക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. എന്നിട്ട് പറ, കണ്ണുനീരോടെ വിധിക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നിന്റെ കുടുംബത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് നിന്നെ അലട്ടുന്നത്, എന്തുവായിക്കൊള്ളട്ടെ, ഇന്ന് ഈശോയോട് പലതും ചോദിച്ച് മേടിക്കാൻ പോകുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നിൽക്കുകയാണ് നീയോ. ആ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിനു മധ്യേ ബാൽ പുരോഹിതന്മാർക്കിടയിൽ നിന്നുകൊണ്ട് ദൈവശക്തി ഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്വയം വിശുദ്ധീകരിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ദൈവാജ്ഞ പ്രകാരം നിന്നതുപോലെ രൂപത നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ ധ്യാന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തിലേക്ക് ദൈവശക്തി ഇറങ്ങാൻ നീ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നീ വീണ്ടും പറയാണ്, കർത്താവേ കണ്ണുനീരോടെയാണ് ഞാൻ പങ്കെടുക്കുക, കണ്ണുനീരോടെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുക, ആനന്ദത്തോടെ ഇതിന്റെ ഫലങ്ങൾ കൊയ്യാൻ എനിക്ക് കൃപ തരണം കർത്താവേ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിധിക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങുമെന്ന് അന്ന് പറഞ്ഞെങ്കിൽ കർത്താവെ അതിനുള്ള കൃപ അത് നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഏത് അവസ്ഥകളും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ രോഗപീഠകള്, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കുറവുകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിച്ച് ശക്തമായി സ്തുതിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, കൃപ നിറയുന്ന പരിശുദ്ധ
കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. ഈ സമൂഹത്തിന് വേണ്ടി കർത്താവ് വചനം തരികയാണ്. യോഹന്നാൻ 12:24 ഈശോ പറയാണ്, ഗോതമ്പ് നേരത്തിൽ അഴിയുന്നില്ലെങ്കിൽ അതേപടി ഒഴിക്കും, അഴിയുന്നെങ്കിലോ ഫലം പുറപ്പെടുവിക്കും. മക്കളെ, ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെച്ച്, എല്ലാ നിരാശകളും ചേർത്ത് വെച്ച്, നിങ്ങളെ പരിഗണിക്കാത്ത അവസ്ഥകൾ ചേർത്ത് വെച്ച്, ഏതൊക്കെ വേദനകളുണ്ടോ അത് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വീടില്ലാത്ത അവസ്ഥയുണ്ടോ അതൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് കറ്റ ചുമന്നു പോയ നിനക്ക് ഫലം തരുന്ന ദിവസമാണ്. വിത്ത് ചുമക്കാൻ അവസരം തരുന്ന ദിവസമാണിന്ന്. പരിശുദ്ധാത്മാവിന്റെ ദിവസമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. പരിശുദ്ധാമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറയപ്പെടുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറയപ്പെടുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, പരിശുദ്ധാത്മാവ് നമ്മൾ നിറയപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്തവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ കുടുംബത്തിൽ നീ ഈ കുടുംബത്തിനോട് കടന്നു വന്നതോടുകൂടി കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടാകണം. പക്ഷെ ഇന്ന് കാണുന്നത് ഓരോ വ്യക്തികളും മറ്റൊരു കുടുംബത്തിൽ കടന്നു ചെല്ലുമ്പോ ആ കുടുംബം താറുമാറായി പോകുന്ന അവസ്ഥയാണ്. അതെന്താണ് പ്രശ്നം? അത്രയും നാളും കുഴപ്പമില്ലാതെ പോയ കുടുംബത്തിൽ മകൻ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി ആ കുടുംബത്തിനോട് വരുമ്പോൾ ആ കുടുംബത്തിന്റെ സമാധാനം തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അപ്പന്റെയും അമ്മയുടെയും പ്രത്യേകതയാണോ അതോ കടന്നു വന്ന പെൺകുട്ടിയുടെ പ്രത്യേകതയാണോ? പ്രിയപ്പെട്ടവരെ, പ്രത്യേകതയുള്ള കുടുംബം അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിരുന്നപ്പോ മറ്റൊരാൾ വന്നപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. വന്ന വ്യക്തിക്ക് ഇവരെ ആരെയും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവിടെ സ്വാർത്ഥത കടന്നു വന്നപ്പോ കുടുംബം തകരുകയാണ്. ഈ തകർച്ചയും ചെതറിക്കപ്പെടുന്ന അവസ്ഥയും പരിശുദ്ധാത്മാവിന്റേതല്ല. അത് പരിശുദ്ധാത്മാവിന്റേതല്ല. പരിശുദ്ധാത്മാവ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ ആത്മാവാണ്. ഒരുമിച്ചുള്ള ശിഷ്യർക്കാണ് പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. ഐക്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇന്ന് ഏതൊക്കെ കുടുംബങ്ങൾ തകർന്നിരിക്കുന്നുണ്ടോ, ഐക്യമില്ലാത്ത കുടുംബമുണ്ടോ, ആരൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ, ഇവിടെ കുടുംബങ്ങൾ ഐക്യമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ എന്റെ പരിശുദ്ധാത്മാവേ ഐക്യത്തിന്റെ ആത്മാവായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച മക്കളെ, പരിശുദ്ധാത്മാവേ എന്റെ കുടുംബത്തിലേക്ക് ഐക്യത്തിന്റെ ആത്മാവായി കടന്നു വരണമേ. ഓ പരിശുദ്ധാത്മാവേ എന്റെ കുടുംബത്തിലേക്ക് ഐക്യത്തിന്റെ ആത്മാവായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-2 വചനങ്ങൾ. എസെക്കിയേൽ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ ആത്മാവ് താണിറങ്ങിയതായി വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗമാണ്. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവർ, ഈ വചനത്തില് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട പ്രവാചകൻ ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിന് ബലിയർപ്പിക്കാൻ പറ്റാതെ, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റാതെ തളർന്ന് താണിരിക്കുന്ന അദ്ദേഹത്തോട് കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക. ജീവിതത്തിന്റെ നിരാശകളിൽ നിന്നും നൊമ്പരങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ എത്ര വലുതാണെങ്കിലും, ഏതൊക്കെ മേഖലകളാണെങ്കിലും ആ നിരാശയുടെ കുഴിയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അടുത്ത വചനമാണ്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. ദൈവത്തിന്റെ സ്വരം അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവനിൽ പരിശുദ്ധാത്മാവ് വന്നു, അവന് സ്ഥിരത കിട്ടി എന്ന വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉറപ്പിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ ഒരു കൃപ കിട്ടി. പിന്നെ എന്താണ്? അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു.
അപ്പോൾ ഉറപ്പിച്ചു നിൽക്കാനുള്ള ഒരു കൃപയും ദൈവസ്വരത്തിന്റെ അനുസ്യൂതമായ ഒരു ശ്രവണവും പ്രവാചകന് കിട്ടിയെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൃപയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയപ്പെടുവാൻ ഞാനും നിങ്ങളും കർത്താവിന്റെ വചനം കൈകളിൽ എടുക്കണം. താൻ എഴുതിച്ചിരിക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ദൈവ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് അമ്മയായ നീ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ വരണമെങ്കിൽ നീ വചനം കൈകളിൽ എടുക്കണം. വചനം കൈകളിൽ എടുക്കണം. വചനം കൈകളിൽ എടുക്കാൻ നിന്റെ കുടുംബത്തോട് പറയാൻ ഒരു കൃപ ദൈവത്തോട് ചോദിച്ചു മേടിക്കണം. പല കുടുംബങ്ങളിലും വചനത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് കുട്ടികൾക്ക് മൊബൈൽ താഴെ വെച്ചിട്ട് വചനം കയ്യിലെടുക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് പരീക്ഷ പോലും വൈകുന്നേരം കുരിശുവരുടെ സമയത്തേക്കാക്കി മാറ്റിയിരിക്കുന്നു. റിട്ടേൺ പരീക്ഷകളൊക്കെ ഇപ്പോൾ 6 തൊട്ട് 7 വരെ, അല്ലെങ്കിൽ 7 തൊട്ട് 8 വരെ, അങ്ങനെയാണ് പല സ്കൂളുകളും കണ്ടക്ട് ചെയ്യുക. ഒക്കെ എല്ലാം വേണം. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് കുടുംബ പ്രാർത്ഥനകൾ അന്യമാകുന്നു. വചനങ്ങൾ വായിക്കാൻ കുട്ടികൾക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് അമ്മമാരായ നിങ്ങളോട് പറയുകയാണ്, വചനം കൈകളിൽ എടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് വലിയ ശക്തിയാണ്, വലിയ കൃപയാണ് വചനത്തിന്. എത്രയോ ജീവിതങ്ങളിൽ കർത്താവിന്റെ വചനം അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതായി ഞാൻ കാണാനിടയായിരിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ചെറുപ്പക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സിസ്റ്ററെ, എനിക്ക് ഒരു വലിയ രോഗമുണ്ട്. എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ കൊണ്ട് ഉണ്ടായതാണ് ഈ രോഗം. ഈ രോഗം ഇനി ഒരിക്കലും മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുക. ഈ തെറ്റിനെ ഓർത്ത് ഞാൻ അനുതപിച്ചു. എനിക്ക് തിരിച്ചു പോയി എന്റെ ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കണം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? അവന്റെ അനുതാപം നിറഞ്ഞ കണ്ണുനീരും അതുമൊക്കെ കേട്ടപ്പോ ഞാൻ അവനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, മാറാനാവാത്ത രോഗം തെറ്റായി ബന്ധത്തിലൂടെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ ഭീകരത അത് എത്ര വലുതാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഏകദേശം 3 മാസം കൂടി ഇല്ല ഇനി തിരിച്ചു പോകാൻ. കർത്താവ് നിനക്ക് നിന്റെ കുടുംബം തിരിച്ചു തരും. അനുദമിച്ചിട്ടുണ്ട് നീ ചെയ്യേണ്ടത് കർത്താവിന്റെ വചനം കൊണ്ട് നീ നിറയും. നിന്റെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും കർത്താവിന്റെ വചനം നിറയട്ടെ. കർത്താവിന്റെ വചനം നിറയുമ്പോ കത്തിച്ച് ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ അവന്റെ ശരീരത്തിലെ രോഗാണുക്കളെ ഇറങ്ങി വരുമെന്ന് നിശ്ചയമാണ് പ്രിയപ്പെട്ടവരെ. കാരണം യെശയ്യാ 10:17 വചനം പറഞ്ഞു, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ധരിപ്പിച്ചു കളയും. അങ്ങനെയെങ്കിൽ ഈ ജ്വലിപ്പിക്കുന്ന ജ്വലനം നൽകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ കത്തിപ്പെടണമെങ്കിൽ നീ വചനം കൈകളിലെടുക്കണം. അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവിൽ പ്രവേശിച്ചു. കാലുകൾ ഉറപ്പിച്ചു നിർത്തി. ഈ ചെറുപ്പക്കാരൻ വചനം വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു 7 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ബ്ലഡിന്റെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ അതിനു വേണ്ടി പോയി. എങ്കിൽ പ്രിയപ്പെട്ട റിസൾട്ട് വന്നപ്പോൾ എന്നോട് പറയുന്നത് മിറക്കിളാണ് സിസ്റ്ററെ. എന്റെ പേരൊന്നും പറയരുത്, എല്ലായിടത്തും പറയണം, മാറാ രോഗത്തിൽ നിന്ന്, തെറ്റായ ബന്ധത്തിലൂടെ ജീവിതത്തിൽ കടന്നു വന്ന ഈ മാറാ രോഗത്തിൽ നിന്ന് ദൈവം എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി നിന്റെ ശരീരത്തിലേക്ക് ആളിക്കത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കണം. ചിന്ത, ഓർമ്മ, ഭാവന, ശരീരം എല്ലാം ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് ഒരമ്മയുടെ ചിന്തയിലും ഓർമ്മയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഒന്ന് നിറയുമ്പോ അമ്മ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി. അമ്മ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും നാളും പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാത്ത അമ്മ, അല്ലെ, ഒരു കൊണ്ട മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റാത്ത അമ്മ, നിരന്തരം ബൈബിൾ വായിക്കാൻ പറ്റാത്ത അമ്മ സ്ഥിരതയുള്ള വ്യക്തിയായി മാറുകയാണ്. അമ്മ നിഷ്ഠയുള്ള വ്യക്തിയായി മാറുകയാണ്. കുഞ്ഞുങ്ങളെ നിഷ്ഠയോടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി അമ്മ മാറുകയാണ്. അങ്ങനെ നിറയുന്ന ഒരു അമ്മയ്ക്ക് ആരോടും ചോദിക്കണ്ട, ഒരു കൗൺസിലേഴ്സിന്റെ അടുക്കലേക്ക് ഓടണ്ട, ഒരു വൈദികനെ സിസ്റ്റേഴ്സിന്റെ അടുക്കലേക്ക് ഓടണ്ട. കൊച്ചിനെ എന്ത് പഠിപ്പിക്കാൻ വരണം? എന്റെ കൊച്ചിന് ഏത് കോഴ്സാ തെരഞ്ഞെടുക്കേണ്ടത്? എന്റെ കൊച്ചിന് തെറ്റായ പ്രേമബന്ധമുണ്ടല്ലോ, ഒന്ന് പ്രാർത്ഥിക്ക്
എങ്ങോട്ട് ഓടണ്ട അമ്മേ, നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നിന്നോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. നീ വചനത്തിൽ നിറയുമ്പോ, പരിശുദ്ധാത്മാവ് നിറയുമ്പോ, നിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോ നിന്റെ കുടുംബത്തിന്റെ കെട്ടുകളും കെട്ടുപാടും അഴിയപ്പെടും. നിന്റെ കുടുംബത്തിലേക്ക് ഐശ്വര്യങ്ങൾ ഒഴുകാൻ തുടങ്ങും. ഇതാണ് വചനം. അവൻ എന്നോട് സംസാരിക്കുമ്പോൾ ആത്മാവിൽ പ്രവേശിച്ചു എന്നെ കാലുകൾ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. പ്രിയപ്പെട്ട മക്കളെ, ദൈവ സ്വരത്തിന്റെ നിരന്തരമായ ഒരു ശ്രവണം നിനക്ക് വേണോ? നീ കർത്താവിന്റെ വചനം കൈകളിലേക്ക് എടുക്ക്. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ ദൈവ സ്വരം ആഴത്തിൽ ആഴത്തിൽ കേൾക്കുന്ന അമ്മയായി മാറണമെങ്കിൽ നീ കർത്താവിന്റെ വചനം കൈകളിൽ എടുക്കണം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനം ധ്യാനിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു കവിയാൻ തുടങ്ങും. നമ്മളിൽ ആത്മാവിന്റെ ശക്തി നിറയും. ശരീരത്തിന്റെ ഭാരം, മനസ്സിന്റെ ബുദ്ധിമുട്ടുകള്, രോഗപീഠകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട എന്റെ മക്കളെ, കർത്താവ് ഉള്ളിടത്ത് അഭിഷേകമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, കൃപയുണ്ട്. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ, വഞ്ചിയിൽ തളർന്നും പോയിരുന്ന ശിഷ്യർ, കൊടുങ്കാറ്റും സിദ്ധമാലയും കണ്ട് തളർന്ന അവശരായി കരയുന്ന അവര് കർത്താവിനെ വിളിച്ചപ്പോ അവിടുന്ന് അവരുടെ വള്ളത്തിലേക്ക് കടന്നു ചെന്നപ്പോ ആ വള്ളം ശാന്തമായി. തിരമാലയുടെ നടുവിലാണ് നീ ഇന്ന്. നീ വചനം കൈകളിലെടുത്ത് കർത്താവിനെ വിളിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചേ. നിന്റെ ജീവിതത്തിന്റെ തിരമാലകൾക്കുള്ളിലേക്ക് കർത്താവ് ഒന്ന് കടന്നു വന്ന് ശാന്തമാക്കാൻ പറ്റുന്നവൻ. മുങ്ങി താഴാൻ തുടങ്ങുമ്പോൾ കൈനീട്ടി നിന്നെ പിടിക്കാനിരിക്കുന്ന ഈശോയെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സധൈര്യം മുന്നിൽ കണ്ട് യാത്ര ചെയ്യാൻ നിനക്ക് സാധിക്കുമെന്ന് വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വചനം കൈകളിലെടുക്കുമ്പോൾ അവളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയാൻ തുടങ്ങും. അവരുടെ ചെവികൾ ദൈവ സ്വരം കാതോർക്കാൻ തുടങ്ങും. ഒന്നാം ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ സ്വരം കേൾക്കുന്ന ഒരമ്മയായി മാറണം. ദൈവത്തിന്റെ ദൂത് പറയുന്ന അമ്മയായി മാറണം. ആ ദൂത് നിനക്ക് പറയാൻ സാധിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോ വചനം കൈകളിലെടുത്ത് ധ്യാനിക്കാൻ തുടങ്ങണം. വചനം വായിക്കാൻ തുടങ്ങണം. വചനം ധ്യാനിക്കാൻ തുടങ്ങണം. അവിടെ ദൈവത്തിന്റെ കൃപ നിറയാൻ തുടങ്ങും. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ പേഴ്സണലായി പ്രാർത്ഥിക്കാൻ ഓരോ അമ്മയും സമയം കണ്ടെത്തണം. ജീവിതത്തിൽ 10 മിനിറ്റെങ്കിലും മറ്റെല്ലാം മറന്ന്, മക്കളെയും ജീവിത പങ്കാളിയും ഒക്കെ മറന്ന്, സങ്കടങ്ങളും വേദനകളും മറന്ന് നീ ഈശോയുടെ കൂടെ ഇരിക്കാൻ ഒരു നിഷ്ഠ ഓരോ അമ്മയ്ക്കും ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നീ കർത്താവിന് വേണ്ടി ഒരു സമയം കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുറവ് നിറവായി പരിശുദ്ധാത്മാവ് വരും. അപ്പൊ നിനക്ക് കുറവുണ്ടെങ്കിൽ നിറയ്ക്കാൻ നീ ഇരുന്ന് കൊടുക്കണം. ഇരിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകപ്പെടുക. ശിഷ്യന് കാത്തിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഓരോ അമ്മയുടെയും ജീവിതത്തിൽ ദിവസത്തിന്റെ കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കാൻ സമയം കണ്ടെത്തിയാൽ, പ്രിയപ്പെട്ട അമ്മേ, നീ ഏറ്റവും കൃപയുള്ള അമ്മയായി മാറുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ള അമ്മയായി മാറും. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകളായി മാറും. ദൈവ കൃപ നിറഞ്ഞ അമ്മയുടെ പ്രിയപ്പെട്ട മകൾ, നിന്റെ മാതൃത്വം അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ജീവിതങ്ങൾ എനിക്കറിയാം. അതൊപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ സമയങ്ങൾ. ഒരു മകൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കണം, സിസ്റ്ററെ വീടില്ല, ഭർത്താവിന് ജോലിയില്ല, സിസ്റ്ററെ ഒപ്പം വലിയ നടുവിന് വേദനയാണ്, സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോ തൊട്ട്. ഈ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചപ്പോ ഞാൻ അവൾക്ക് ഏകദേശം ഒരു 9 മാസമായി കാണും. അന്ന് ഞാൻ അവളോട് പറഞ്ഞു, നീ കർത്താവിന്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം, വചനം വായിക്കണം, ജപമാല മുടങ്ങാതെ ചൊല്ലണം. അമ്മമാര് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജപമാല ഇല്ലാത്ത ഒരു അമ്മ ഉണ്ടാകരുത്. പക്ഷെ ഇന്ന് കാണുന്നത് മുഴുവൻ ജപമാല ചൊല്ലാൻ മറന്നു പോകുന്ന അമ്മമാരാണ്. ഈ കൊച്ചിനോട് എന്ന് പറഞ്ഞെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് അവരുടെ ടെസ്റ്റ് മണി വന്നത് ഇപ്രകാരമാണ്. സിസ്റ്ററെ, 1 വർഷത്തോളം ഏകദേശമാകാറായി. ഞാൻ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചത്. അന്ന് എനിക്ക് പ്രാർത്ഥന
പ്രാർത്ഥിക്കാൻ പോലും മടിയായിരുന്നു. എന്നാൽ സിസ്റ്റർ പറഞ്ഞതുപോലെ പറഞ്ഞു തന്ന വചനങ്ങളും ജപമാലയും ചൊല്ലി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് ഞാൻ ചോദിച്ച 3 കാര്യങ്ങളും ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എന്റെ കുടുംബം സമാധാനമുള്ള ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ കൃപ പ്രാർത്ഥിക്കുന്ന അമ്മയിലേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ സമയം കൊടുക്കണം. ഇനി മറ്റൊരമ്മയുടെ അനുഭവം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. ഒരമ്മ, ആ അമ്മ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ മകന് വലിയ ഇഷ്ടമാണ് ഈശോയെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് മകന് ഏകദേശം ഒരു 26 വയസ്സോളം പ്രായമായിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവന് വിശ്വാസമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ദാരിദ്ര്യമുള്ളവരുടെ വീട്ടിൽ ഈശോയെ സമ്പത്തൊന്നും വേണ്ട, എന്റെ മകനെ നീ എനിക്ക് തിരിച്ചു തരണം. അപ്പൊ ഈ അമ്മ യൂട്യൂബിലൂടെ കാണുന്ന ടോക്കുകളൊക്കെ കേൾക്കും. എന്നാൽ ഈ മകൻ ഇതൊന്നും താല്പര്യമില്ല. മകൻ ഇപ്പോൾ ഇത് എന്ത് കേട്ടാലും വചനം കേട്ടാലും വിശുദ്ധ കുർബാന ഇങ്ങനെ യൂട്യൂബിലിട്ട് കാണുക ചെയ്യുമ്പോൾ മകൻ വന്ന് അമ്മയെ ഷൗട്ട് ചെയ്യും, അമ്മയെ കൊണ്ട് നിർത്തിപ്പിക്കും. ഈ അമ്മ ഇതൊന്നും കേട്ടിട്ടും പതറിയില്ല, നിരന്തരം പ്രാർത്ഥിച്ചു. അമ്മയുടെ ലക്ഷ്യം ഇതാണ്, മകൻ ഈശോയെ അറിയണം. അവൻ പഠിക്കണമെന്നോ റാങ്ക് മേടിക്കണമെന്നോ ഒന്നും ആ അമ്മയുടെ ലക്ഷ്യം, ഈശോയെ അറിയണം. ഇവിടെ ഇത് പറയുമ്പോ ഞാൻ ഓർക്കുകയാണ്, നാളുകൾ എല്ലാ ദിവസവും തന്നെ അനേകം ആളുകളുടെ പ്രാർത്ഥനാ മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. വളരെ ചുരുക്കം മാത്രമാണ് അമ്മമാര് സിസ്റ്ററെ എന്റെ മക്കള് ഈശോയിൽ വളരാൻ പ്രാർത്ഥിക്കണം. മറ്റെല്ലാവരും എഴുതിയിരിക്കുക, ജോലി കിട്ടണം, കല്യാണം നടക്കണം, ആ ജോലി കിട്ടണം, അവിടെ പഠിക്കാൻ പറ്റണം, അവിടെ അഡ്മിഷൻ കിട്ടണം, എന്തെല്ലാം കാര്യങ്ങളാണ് നിരത്തി പിടിച്ച് അമ്മമാര് മെസ്സേജ് എഴുതിയിരിക്കുക. വളരെ ചുരുക്കം എല്ലാം ഒരു 5-6 പേര്, മാസത്തിൽ 6 പേരെങ്കിലും ഒരു മെസ്സേജ് അയക്കും, സിസ്റ്ററെ എന്റെ കുഞ്ഞ് ഈശോയിൽ വളരാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ നിങ്ങൾ 1-ാം ദിവസം പറഞ്ഞതുപോലെ കാഴ്ചപ്പാടുകൾ മാറിപ്പോയിരിക്കുന്നു. ദൈവത്തെ കുടുംബത്തിന് കൊടുക്കാനല്ല അമ്മമാർ ആഗ്രഹിക്കുക. മക്കൾ ഇങ്ങനെ ഭൗതികമായി വളരണം, ആത്മീയമായ വളർച്ചയാണ് തന്റെ മക്കളുടെ വളർച്ചയെന്ന് തിരിച്ചറിയണമെങ്കിൽ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് കൂടിയേ പറ്റൂ. ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ഓരോ അമ്മയിലും നിറയപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ജപമാല ചൊല്ലി ഈ അമ്മ ഇതുപോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അമ്മ യൂട്യൂബിൽ ഇങ്ങനെ വചനം കേൾക്കുകയാണ്. വൈകുന്നേരം 8:30 സമയം. മകൻ പുറത്ത് കൂട്ടുകാരോട് കഴിച്ച് തിരിച്ചു കയറി വരുമ്പോ ഈ ടോക്ക് കേൾക്കുകയാണ്. അവൻ വല്ലാണ്ട് ലക്ഷ്യം വന്നു. അതിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുക, ദിവ്യകാരുണ്യ ആരാധന. അപ്പോൾ ഇവൻ അല്പം നേരം നിന്നപ്പോ അമ്മ ഇവരെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കുക. വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ അടുത്ത് മകൻ ഇരിക്കുമ്പോ ആരാധന നടത്തുന്ന വ്യക്തി വിളിച്ചു പറയുകയാണ്, മിഥുൻ എന്ന് പറയുന്ന മകനെ ഈശോ തൊടുന്നു, അവന് വിശ്വാസം അശേഷമില്ലാത്ത വ്യക്തിയാണ്, ഈശോ അവന്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന്. അപ്പോൾ ഇവന്റെ പേര് മിഥുൻ എന്നാണ്. വീണ്ടും അത് റീവൈൻഡ് ചെയ്ത് വീണ്ടും അത് കേട്ടു. അന്ന് മുതൽ ഇന്നലെ വരെ, അത് കഴിഞ്ഞ് എനിക്കറിയില്ല, ഇന്നലെ വരെ അവന്റെ ജീവിതത്തിൽ വചനമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് ഈശോ തൊട്ടു. പ്രിയപ്പെട്ട എന്റെ മാതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ മക്കളുടെ ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണെങ്കിലും ഈശോയ്ക്ക് തൊടാൻ 1 മിനിറ്റ് മതി. എന്റെ അമ്മേ, നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള വ്യക്തിയായി അല്പസമയം പേഴ്സണലായി അവന്റെ മുമ്പിൽ ഇരിക്കാനും ജപമാല ചൊല്ലാനും ജപമാല ചൊല്ലാനും വചനം വായിക്കാനും നീ സമയം കണ്ടെത്തിയാൽ ഈശോ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും. ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കുമെന്ന് കർത്താവ് പറയുന്നത് സാധ്യതമാകും. പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാൻ, ഈ ശരീരം, ഈ മനസ്സ്, ഈ ആത്മാവ് ഒക്കെ, ചെവികൾ ദൈവ സ്വരം കേൾക്കണം, കണ്ണ് ദൈവിക കാഴ്ചപ്പാടുകൾ കാണണം, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കുടികൊണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, കണ്ണുകൾ കൊണ്ട് ദൈവിക കാഴ്ചകൾ കാണാൻ പറ്റണം, ചെവികൾ കൊണ്ട് ദൈവിക സ്വരം കേൾക്കാൻ പറ്റണം. എന്ന് പറയുമ്പോ കരിസ്മാറ്റിക്കിന്റെ അതിപ്രസന്നം കൊണ്ട് കണ്ണടയ്ക്കുമ്പോ മാലാഖമാരെ കാണുന്ന കാഴ്ചപ്പാടല്ല, മറിച്ച് ഒരു ഉൾക്കാഴ്ച നിന്റെ കണ്ണിന് വേണം. എന്ന് പറഞ്ഞാൽ എന്താണ്? കൺമോ
കൺമുമ്പിൽ ഈശോയെ കാണുന്ന ഒരു കാഴ്ചപ്പാട്. ഏത് ഈശോ? ക്രൂശിതനായ ഈശോ. സഹനമില്ലാത്ത ജീവിതമില്ല ഒരിടത്തുമെങ്കിൽ നിന്റെ സഹനങ്ങളിൽ കുരിശിൽ നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്ന ഈശോയെ കൺമുമ്പിൽ കണ്ടാൽ ഡിവോഴ്സ് ഇല്ല, പരാതിയില്ല, ഇറങ്ങിപ്പോക്കില്ല, പിറുപിറുപ്പില്ല. നീ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് കണ്ണുകളിൽ ദൈവിക കാഴ്ചപ്പാട്. ഈ ഒരു കാഴ്ചപ്പാട് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: എന്റെ കർത്താവേ, എന്റെ കണ്ണുകൾ ഇതാ നിന്റെ പക്കലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ്. 141 സങ്കീർത്തനത്തിൽ 8-ാമത്തെ വചനം: ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടി ഞാൻ അങ്ങയുടെ നേരെ തിരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, ഈ വചനം കാണാതെ പഠിച്ചോണം. 141 സങ്കീർത്തനം 8-ാം വചനം: എന്റെ ക്രൂശിതനായ കർത്താവേ, എന്റെ ദൃഷ്ടി ഇതാ നിന്റെ നേരെ തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ ദെബോറ കർത്താവിന്റെ നേരെ ദൃഷ്ടി തിരിച്ചു വെച്ചപ്പോൾ അവൾ കർത്താവിനെ കണ്ടു, കർത്താവിന്റെ പ്രവൃത്തി കണ്ടതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് നിറയപ്പെടുമ്പോ നിന്റെ ദൃഷ്ടികൾ കർത്താവിലേക്ക് തിരിയുക, ക്രൂശിലേക്ക് തിരിയുക. ക്രൂശിലേക്ക് തിരിയുമ്പോ അവന്റെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് സഭ പുറപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന് വേണ്ടി കൊതിക്കുമ്പോ കണ്ണു തിരിക്കേണ്ടത് ക്രൂശിതനായ ക്രിസ്തുവിലേക്ക്. ഇനി സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതൊരു ഒരു അമ്മയുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയുക. ഒരമ്മ എന്താണ് ഹൃദയത്തിൽ ആഗ്രഹിക്കേണ്ടത്? അതാണ് 143 സങ്കീർത്തനത്തിൽ 6-ാമത്തെ വചനത്തിൽ പറയാണ്: കർത്താവേ, അങ്ങയുടെ നേർക്ക് ഞാൻ എന്റെ കരങ്ങൾ വിരിക്കുന്നു. 1-ാം ദിവസം ഞാൻ പറഞ്ഞതുപോലെ ദുർബലമാകാത്ത കരങ്ങൾ വിരിച്ചു പിടിക്കണം. പരിശുദ്ധാത്മ കൃപ വേണോ? ദുർബലമാകാത്ത കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് വിരിച്ചു പിടിക്കണം. കണ്ണ് ക്രൂശിതരെ കാണണം. പിന്നെ എന്താണ്? ഉണങ്ങി വരണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. അപ്പോൾ എന്താണ്? ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം, വെള്ളം അശേഷം പോലും കിട്ടിയിട്ടില്ല. ഉണങ്ങി വരേണ്ട നിലത്ത് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാലും ആ നിലം വീണ്ടും ഉണങ്ങിക്കിടക്കും. ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്: കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, നിനക്ക് വേണ്ടിയുള്ള ആഗ്രഹം, നിനക്ക് വേണ്ടിയുള്ള ദാഹം ഉണങ്ങി വരണ്ട നിലം പോലെ. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോ നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിന് വേണ്ടി ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം എങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നോ അതുപോലെ ദാഹിക്കണം. ദൈവത്തെ കുടുംബത്തോട് ചേർത്ത് പിടിക്കാൻ, മക്കളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാൻ, ദൈവരാജ്യത്തിന്റെ കുടുംബത്തിൽ പുലർത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ നീ ദാഹിക്കണം നിന്റെ ഹൃദയത്തിൽ. അപ്പോൾ എന്താണ്? എത്ര കിട്ടിയാലും മതിയായിട്ടില്ല. എന്താണ്? സമ്പത്താണോ? എത്ര കിട്ടിയാലും മതിയാകാത്തത് ഒന്നേ ഉള്ളൂ, അത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയും എത്ര കിട്ടിയാലും മതിയാകാത്ത ദൈവത്തിന് വേണ്ടി ഒന്ന് കൊതിക്കാമോ? നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു ദൈവം, ആ ദൈവത്തിന് വേണ്ടി ദാഹിക്കുമ്പോ വിശുദ്ധ അഗസ്തീൻ പറയുന്ന പോലെ, ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചു, നിനക്കായി മാത്രം നീ എന്നെ സൃഷ്ടിച്ചു, നിന്നെത്തിച്ചേരും വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അതേ പ്രിയപ്പെട്ട മാതാക്കളെ, നിന്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയാ. ദൈവം ഇവരെയൊക്കെ നിനക്ക് തന്നതാ. ഇവരിലെല്ലാം ദൈവത്തെ കൊടുക്കണം. അതിനു വേണ്ടി നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ കുടിയിരുത്തണം. എത്ര കിട്ടിയാലും മതിയാകാത്ത, എത്ര സ്വീകരിച്ചാലും മതിയാകാത്ത ദിവ്യകാരുണ്യത്തിന്റെ ഒരു അഭിഷേകം ഹൃദയത്തിൽ കുടികൊള്ളണം. ദിവ്യകാരുണ്യ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് ഓരോരുത്തരും പറയണം. കണ്ണുകളിൽ ക്രൂശിതന്റെ അഭിഷേകം, ചെവികളിൽ ദൈവസ്വരം, വചനം കയ്യിലെടുക്കുന്ന അമ്മ, നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന അമ്മ, ജപമാല ചൊല്ലുന്ന അമ്മ, സഹിക്കുന്ന അമ്മ, ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി അഗാധമായി ആഗ്രഹിക്കുന്ന അമ്മ, കരങ്ങൾ ഉയർത്തുന്ന അമ്മ, ആ അമ്മയുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിശ്ചയമായും ഇറങ്ങി വരും. ആ ദൈവശക്തി നിശ്ചയമായും ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സങ്കീർത്തകനെ പോലെ ഒന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ചേ. കർത്താവേ, നിന്റെ പക്കലേക്ക് എന്റെ കരങ്ങൾ ഞാൻ വിരിക്കുന്നു. കർത്താവേ, നിന്നിലേക്ക് എന്റെ ദൃഷ്ടി ഞാൻ തിരിച്ചിരിക്കുന്നു.
എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നത് പറഞ്ഞുകൊണ്ട് കരങ്ങളും കണ്ണും ഹൃദയവും മനസ്സും ശരീരവും ദൈവത്തിലേക്ക് അർപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുതിയ വ്യക്തിയാക്കിയാൽ ആഗ്രഹിച്ചുകൊണ്ട് പുതിയ ഒരു രൂപാന്തരീകരണം, ഒരു പുതുമാറ്റം നിന്റെ മാതൃത്വ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, തീ പോലെ ഇറങ്ങണേ പരിശുദ്ധാത്മാവേ, അഭിഷേകം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ, കണ്ണുകളുടെ അഭിഷേകം നിറയണേ പരിശുദ്ധാത്മാവേ. ഈ അമ്മമാരുടെ ഹൃദയത്തിൽ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ. എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു ദാഹം കൊടുക്കണേ അപ്പ, കൈകളിൽ അഭിഷേകം കൊടുക്കണേ അപ്പ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം കൊടുക്കണേ അപ്പ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കണ്ണുകളിൽ അഭിഷേകമുള്ള അമ്മ, ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന അമ്മ, ആത്മാവിൽ കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരമ്മ, കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഒരമ്മ, ആ അമ്മ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാകുന്ന അമ്മ ഓരോ കുടുംബത്തിനും പ്രാർത്ഥനയുടെ ഒരു കാവൽക്കാരിയായി മാറണം. ഓരോ കുടുംബത്തിനും ഒരു കാവൽക്കാരിയാകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വചനം കയ്യിലെടുക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകും. അപ്പോൾ ദൈവ സ്വരം കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വചനം കയ്യിലെടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു വ്യക്തി ദൈവ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോ അവൾക്ക് തിരിച്ചറിയാൻ പറ്റും തന്റെ കുടുംബത്തിനെതിരെ വരുന്ന ശത്രുക്കളെ, അന്ധകാര ശക്തികളെ, തെറ്റായ വഴികളെ തിരിച്ചറിയാൻ പറ്റും. മകൾ തെറ്റായ വഴിയിൽ പോകുമ്പോ അമ്മ ആരോടും ചോദിക്കാൻ പോകണ്ട. അമ്മയ്ക്ക് തിരിച്ചറിയാൻ ഒരു ബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനം ഒന്ന് കടമെടുക്കുകയാണ്. വചനപ്രകാരമാണ്, 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാട്. പ്രവാചകൻ പറയാം 7 ദിവസം. അത് എങ്ങനെയാണ്? വചനം കയ്യിലെടുത്ത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ വന്നു. അദ്ദേഹത്തെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ദൈവസ്വരം കേൾക്കാൻ കഴിയും. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ അവസ്ഥ. അങ്ങനെയുള്ള പ്രവാചകന് 7 ദിവസം കഴിഞ്ഞപ്പോ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. എന്താണ്? മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഈ വചനം എടുത്തുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ, പ്രവാചകനോട് ഇസ്രായേൽ കുടുംബത്തിന് മുഴുവൻ കാവൽക്കാരനാകാൻ പറഞ്ഞത് എപ്പോഴാണ്? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ്, വചനം കയ്യിലെടുത്തപ്പോഴാണ്, സ്ഥിരതയോടെ ഒരു രീതിയിൽ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ദൈവ സ്വരം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ഒരമ്മ ഈ രീതിയിൽ വ്യാപരിക്കുമ്പോ അമ്മ കുടുംബത്തിന്റെ കാവൽക്കാരിയാണ്. ആ കുടുംബത്തിന്റെ കാവൽക്കാരിയാണ്. അപ്പോൾ ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവികമായ ഒരു ഛായ പതിപ്പിക്കാനും കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പ്രവാചകന്റെ ദൗത്യം പിന്നെ എന്താണ്? ജനം പാപത്തിലേക്ക് തിരിയുന്നു, ജനം ദുരിതം അനുഭവിക്കുന്നു, ദൈവ സ്വരം യഥാസമയം ഈ ഇസ്രായേൽ മക്കളെ അറിയിക്കുക എന്നതായിരുന്നു. അതുപോലെ ഓരോ അമ്മയും ഈ കൃപയിൽ നിറയുമ്പോ അമ്മയ്ക്ക് ദൈവ സ്വരം കുടുംബാംഗങ്ങളെ അറിയിക്കാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിന്റെ കൊച്ചു മോനാണ്. അവൻ 5-ാം ക്ലാസ്സിലാണ്. അവന് വലിയ ഈശോ ഭക്തിയാണ്. എന്നോട് പറയും, സിസ്റ്ററെ, എനിക്ക് തന്നെ നാണം തോന്നും എന്റെ കുഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. കട്ടിലെ വന്നിരുന്നാലും അവനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഒരു ദിവസം കുരിശ് വരയ്ക്കാനിരുന്നപ്പോ അവൻ എന്തോ വികൃതി കാണിച്ചു. അപ്പച്ചൻ വഴക്ക് പറഞ്ഞു. ഉടനെ അവൻ പോയി മാറിയിരുന്നു. കുരിശ് വരയ്ക്ക് കൂടിയില്ല. അപ്പൊ വൈകുന്നേരമായപ്പോ അവൻ കട്ടിലെ വന്നിട്ട് കരയുക, വാവിട്ട് കരയുകയാണ്. അമ്മ ചോദിച്ചു, എന്താണ് കാര്യം? അവൻ പറഞ്ഞു, എനിക്കിന്ന് കുരിശ് വരയ്ക്കാൻ പറ്റിയില്ല, ഈശോ എന്നോട് പിണങ്ങിയിരിക്കും. ഉടനെ ടീച്ചർ പറഞ്ഞു, മോനെ, ഒരു വിഷമം വിചാരിക്കണ്ട, കൊച്ചി ഇപ്പൊ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് കട്ടിലിരുന്ന് കൊന്തയെടുത്തിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കണ്ണടച്ചു. കണ്ണുനീരിങ്ങനെ ധാരാധാരയായി ഒഴുകുമ്പോ അവൻ പെട്ടെന്ന് അമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇതാ ഈ കണ്ണുനീരിന്റെ അകത്ത് ഞാൻ കാണുന്നുണ്ട്, ഈശോയെ കാണുന്നുണ്ട്. കൊച്ചു കുഞ്ഞു പറയുകയാണ്. ആ ടീച്ചർ പറയുകയാണ്, ഞാൻ കണ്ടു, എന്റെ കൊച്ചിന്റെ ഈശോയെ കണ്ടപ്പോൾ അവന്റെ മുഖം പ്രകാശിക്കുകയാണ്. അപ്പൊ ഈ അമ്മ, എനിക്കറിയാം, നന്നായി അറിയാൻ ടീച്ചറാണ്. സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ഒപ്പം ഒരുപാട് സഹനത്തിന്റെ കൂടാണ്. ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഇത്രയും സഹനത്തിലൂടെ കടന്നു പോകാൻ പറ്റുമോ
അത്രമാത്രം സഹനമാണ്. പക്ഷേ ആ അധരങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും അറിയാനൊക്കെ ചോദിച്ചാൽ ചിലർ പറയുമ്പോ കണ്ണുനീരൊഴുക്കും, എന്നാലും വീണ്ടും പറയും എനിക്ക് ഈശോ മാത്രമേ ഉള്ളൂ. ഈ അമ്മ തന്റെ കുഞ്ഞിനെ ഈശോയിലേക്ക് വളർത്തിയത് കൊണ്ട് അവനും ഈശോയെ കാണാൻ തുടങ്ങി. ഇത് പല മക്കളും ഇതുപോലെ അനുഭവമൊന്നുമില്ല. അവർക്ക് ജീസസ് എന്ന് പറയുന്നത് പോലും എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ചില കുട്ടികളോട് പറയും ഈശോയുടെ കഥ പറയട്ടെ. ഈശോയുടെ കഥ വേണ്ട, ആ ഇവരെപ്പോഴും വരുന്ന ഒരു കഥയുണ്ടല്ലോ, ഈശോയുടെ കഥ വേണ്ട, ഇവർക്ക് മറ്റു പല കഥകൾ മതി, കൊച്ചു ടിവിയിലെ കഥകളൊക്കെ മതി. അങ്ങനെ ആയിപ്പോയി. അമ്മയിൽ കൃപ നിറയുമ്പോ, അമ്മയിൽ വിശുദ്ധി നിറയുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പോലും കാണും മുമ്പേ ഈശോയെ കണ്ടു വളരാൻ തുടങ്ങും. ഈ പ്രവാസനം ഇവരുടെ കൂടെ നടന്നപ്പോ ജനത്തിന് കർത്താവിനെ കുറിച്ച് കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ യഥാസമയം പ്രവർത്തിക്കുകയാണ്. ദൈവകരത്തിന്റെ ഉപകരണമായി പ്രവാചകൻ മാറി, ദൈവാത്മാവിന്റെ ഉപകരണമായി പ്രവാചകൻ മാറി. എന്റെ അമ്മേ, എന്റെ മാതാക്കളെ, ദൈവകരത്തിന്റെ ഉപകരണമായി കുടുംബത്തിന്റെ കാവൽക്കാരിയായി മാറാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് വലിയ സത്യമാണ്. അത് മറന്നു കളയരുത്. അപ്പോൾ നിങ്ങളൊക്കെ പറയണം, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൂട്ടുകാരിയാക്കി എന്നെ മാറ്റണം. അതിനെന്ത് ചെയ്യണം? വചനം കയ്യിലെടുക്കണം, തനിച്ചൽപ്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, എല്ലാ ദൈവസന്നിധിയിൽ അർപ്പിക്കണം, ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നീ കാതോർക്കണം. സഹിക്കുന്നതിൽ പരാതിപ്പെടാതിരിക്കാൻ ഒരു കൃപയാണ് നമുക്ക് ചോദിച്ച് മേടിക്കേണ്ടത്. ഇനി അല്പനേരം കൂടി നമ്മൾ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരമ്മ, നമ്മുടെ എല്ലാ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയെ കുറിച്ച് കൂടി നാം അല്പനേരം ചിന്തിക്കുകയാണ്. മക്കമാരുടെ പുസ്തകത്തിൽ 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ അമ്മയും 7 മക്കളും എന്ന് നിങ്ങളോട് പറയുമ്പോ ഇവിടെ വ്യക്തമായ അമ്മയിൽ പരിശുദ്ധാത്മ നിറഞ്ഞിരുന്നല്ല പറയുക, പരിശുദ്ധാത്മാവുള്ള ഒരമ്മയുടെ പ്രവർത്തനമാണ് നമ്മിവിടെ കാണുന്നത്. രാജാവ് 7 സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. ഇതാണ് സാഹചര്യം. രാജാവ് പറഞ്ഞു പന്നി മാംസം കഴിക്കുക, ബന്ധിച്ച് ചാട്ടവാറടി എല്ലാം കൊടുത്തു പറയുകയാണ്. അപ്പൊ നിയമം അനുസരിച്ച് നിഷിദ്ധമാണ് പന്നി മാംസം യഹൂദർക്ക്. അത് മക്കളെ അമ്മ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. ഇവിടെ അപ്പനെ കുറിച്ച് ഒന്നും പറയുന്നതായി നാം കാണുന്നില്ല. അമ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടയാള്. അമ്മയത് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെ നിങ്ങളത് വായിച്ച് മുഴുവനായിട്ടും വായിക്കാനൊന്നും സമയമില്ല, എങ്കിലും ഞാൻ വായിക്കുകയാണ്. 2-ാമത്തെ വചനം മുതൽ ഏതാണ്ട് വചനങ്ങളോട് കടന്നു പോകാം. അവൻ ഒരുവനും അവരുടെ വക്താവ് എന്ന നിലയിൽ പറഞ്ഞു, ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഈ ഒരു ദൃഢനിശ്ചയം കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അമ്മയിൽ നിന്ന് കിട്ടി. അമ്മ പറഞ്ഞു കൊടുത്ത് കിട്ടി. അതേ പ്രിയപ്പെട്ടവരെ, അമ്മ ഈശോയെ കാണിച്ചു തന്നപ്പോഴാ നമ്മൾ ഈശോയെ കണ്ടത്. അങ്ങനെയെങ്കിൽ ഈ അമ്മയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം എത്ര വലുതാണ്. നിന്റെ കുടുംബം മൊത്തം ഈശോയിലാകാനാ പ്രിയപ്പെട്ട അമ്മ നീ പ്രാർത്ഥിക്കേണ്ടത്. നീ മറ്റൊന്നിനു വേണ്ടിയല്ല, അതിനു വേണ്ടി മാത്രമുള്ള ഈ ജീവിതം. കർത്താവ് ഈ കുടുംബത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ നിന്റെ കുടുംബം, നീ ആയിരിക്കുന്ന കുടുംബം മുഴുവൻ ഈശോയിലേക്ക് വരണം. പകരം മറ്റു പലതും ആഗ്രഹിച്ച് അതിനു വേണ്ടി നമ്മൾ ത്യാഗം ചെയ്ത് നോമ്പ് നോക്കുന്നു. അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈശോയിലേക്ക് വളരാൻ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തക്ക വിധം കുടുംബാംഗങ്ങളെ ഒരുക്കുന്ന അമ്മമാരിൽ എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒരു അമ്മയുണ്ടോ ഈ ലോകത്തിൽ? ഉണ്ടെങ്കിൽ നിശ്ചയമായി അവളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ ശിഷ്യരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ ഒരുക്കിയ പരിശുദ്ധ അമ്മയെ പോലെ ആ മകളും ആ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകളായി മാറിയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് രാജാവ് കോപം കൊണ്ട് മറചട്ടികളും കുട്ടകങ്ങളും പഴിപ്പിക്കാൻ ആജ്ഞാപിച്ചു. ഉടനെ അവർ അങ്ങനെ ചെയ്തു. സഹോദരന്മാരും അമ്മയും കാണെ അവരുടെ വക്താവിന്റെ ചർമ്മം, നാവും കൈകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ല. നമ്മുടെ കുഞ്ഞുങ്ങള്
കർത്താവിന്റെ അടുത്ത് പോയി അല്പനേരം ഇരുന്ന് പ്രാർത്ഥിച്ച നമുക്ക് ടെൻഷൻ വരും. എന്നാൽ മറ്റു പല കാര്യങ്ങൾക്ക് പോയാലും എത്ര നേരം മൊബൈൽ ഇരുന്നാലും പഠനത്തെ കുറിച്ച് നമുക്ക് ഒരു ടെൻഷനും ഇല്ല. എന്നാൽ ഈ അമ്മയോ ഈശോയ്ക്ക് വേണ്ടി മകന്റെ ചർമ്മം ഉരിയുമ്പോഴും ടെൻഷൻ ഇല്ലാതെ അവനെ ധൈര്യപ്പെടുത്താൻ പരസ്പരം ധൈര്യം പകരുന്ന ഒരു അമ്മയെ നാം ഇവിടെ കാണും. 5-ാമത്തെ വചനം, അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വറചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു. ചട്ടിയിൽ നിന്ന് പുക ഉയർന്നു. മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. എന്നിട്ടോ അവിടുത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുന്ന ഒരമ്മയെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ ഇതൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പില്. നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എത്രത്തോളം ഈശോയെ കൊടുത്തു? എത്രയധികം കുടുംബജീവിതം മുന്നോട്ട് പോയിട്ട് എത്രത്തോളം ഈശോയെ കൊടുക്കാൻ നിനക്ക് പറ്റി? നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾക്ക് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ. ഇന്ന് നമ്മുടെ മക്കൾക്ക് കള്ളത്തരം കാണിക്കുന്നതിന് ഒരു മടിയില്ല. കള്ളത്തരം കാണിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലും അമ്മമാരാണ്. സത്യമായ കാര്യമാണ് ഞാൻ പറയുക. കള്ളത്തരം കാണിക്കാൻ നീ അങ്ങനെ എന്ന ടീച്ചറിനോട് അത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു കൊടുത്തു വിടുന്ന അമ്മമാരുണ്ട്. പണ്ടോ അങ്ങനെയല്ല. ഓർക്കുന്നുണ്ട്, കൂടെ ഇരുന്ന ഒരു കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കല്ല് മനസ്സിൽ തന്നു. അപ്പൊ ഒരു കല്ല് മനസ്സിൽ കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതുകൊണ്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മ ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കൊച്ചു തന്നതാണ് അമ്മേ. അമ്മ വിശ്വസിച്ചില്ല. അമ്മ പറഞ്ഞു, നീ കട്ടെടുത്തതാണ്, അതുകൊണ്ട് നീ തിരിച്ചു പോണം. അപ്പൊ തന്നെ എന്നെ 2 അടിയും തന്ന് തിരിച്ച് അവിടെ ചെന്നു. അമ്മയും ഞാനും കൂടെ ഇവിടെ ചെന്നപ്പോ ആ കൊച്ചു പറഞ്ഞു, ഇത് ഞാൻ അവൾക്ക് കൊടുത്തതാണ്. അപ്പോഴാണ് എന്റെ അമ്മ വിശ്വസിച്ചത്. പ്രിയപ്പെട്ടവരെ, കാരണം ഒരു കല്ല് പെൻസിൽ പോലും എടുത്ത് തെറ്റ് ചെയ്യാൻ മക്കൾ തെറ്റ് ചെയ്യുന്ന ആഗ്രഹിച്ച അമ്മമാര് പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. കോപ്പി അടിക്കാനും കള്ളത്തരം ചെയ്യാനും ഒക്കെ കൂട്ടുനിൽക്കുന്ന അമ്മമാരുടെ ലോകത്താണ് നമ്മൾ. പിന്നെ എവിടെ പരിശുദ്ധാത്മാവ് നിറയും? എവിടെ മക്കൾ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളും? പ്രിയപ്പെട്ടവരെ, വലിയ വലിയ തെറ്റുകളിലേക്ക് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. ഇത് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുമ്പോ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന അമ്മയല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, യേശുവിന് വേണ്ടി നിലകൊള്ളാൻ മക്കളെ ഒരുക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ ആ അമ്മയായി മാറാൻ പ്രിയപ്പെട്ടവരെ ഈശോ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പരസ്പരം ധൈര്യം പകരുന്ന, മരിക്കാൻ ധൈര്യം പകരുന്ന ഒരമ്മ. ഇതാണ് വെല്ലുവിളി. ഇവിടേക്ക് എത്തണം. ഓരോ അമ്മമാരും ഇവിടേക്ക് എത്തണം. തന്റെ മക്കൾ യേശുവിന് വേണ്ടി മരിക്കുമ്പോ ധൈര്യപൂർവ്വം നിന്ന് ധൈര്യം പകരുന്ന ഒരമ്മയായി മാറണമെന്നതാ നിന്റെ ലക്ഷ്യം. നിന്റെ ജീവിത ലക്ഷ്യം അതാണ്. നിന്റെ കുടുംബം മൊത്തം ഈശോയ്ക്ക് വേണ്ടി. ഈശോയെ, ഞാൻ നിന്റേതാണ്. അതരം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. 500 കൊന്തയിലിട്ട് കാര്യമില്ല. ഒരു കൊച്ചോട് അമ്മ പറഞ്ഞു കൊടുത്തു, നിനക്ക് +2 പാസ്സാകണം, നീ 500 കൊന്ത ചൊല്ലിക്കും. എന്നാൽ അവളിടുന്ന ഡ്രസ്സോ, അവൾ കൊച്ചിടുന്ന ഡ്രസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ ലജ്ജ, നമ്മോട് തന്നെ ലജ്ജ. അത്രമാത്രം ഇരുപിടിച്ച ഡ്രസ് ഇട്ട് അവൾ പോകുമ്പോഴും അവൾ മൊബൈൽ പഠിച്ച് നടക്കുമ്പോഴും ഒന്നും അമ്മയ്ക്ക് ടെൻഷൻ ഇല്ല. എന്നാ പറഞ്ഞേ, 500 കൊന്ത ചൊല്ലിക്കോ, നീ +2 നല്ല മാർക്ക് കിട്ടും. ഇവിടെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സിസ്റ്ററെ അമ്മ പറഞ്ഞത് കേട്ട് 500 കൊന്ത ചൊല്ലി എനിക്ക് A+ കിട്ടിയിട്ടില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ അമ്മമാരുടെ പരിശീലനം. ഇതല്ല ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് നിങ്ങളെയും മക്കളെയും വിലയിരുത്തി ഈശോയിലേക്ക് അടുപ്പിക്കണം. അതാണ് ഒരമ്മ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവരിങ്ങനെ ഓരോരുത്തരായി മരിക്കുകയാണ്. മക്കൾ ഓരോരുത്തരായി മരിച്ചു. അങ്ങനെ 6 പേരും മരിച്ചു. എന്നാൽ 20 തൊട്ടുള്ള 23 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ മനസ്സിൽ എടുത്തു വെക്കണം. ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് ഒരുമിച്ച് വായിക്കുന്നത് പോലും തെറ്റില്ല. 2 മക്കമായ 7-ാമത്തെ അധ്യായം 20 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ ആ മാതാവാകട്ടെ, ആ അമ്മയാകട്ടെ സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർപ്പിക്കുന്നു. ഒരു അമ്മയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം. അത്ഭുതങ്ങൾ ചെയ്തെന്നല്ല എഴുതി വെച്ചിരിക്കുക, യുദ്ധം വിജയിച്ചെന്നല്ല എഴുതി വെച്ചിരിക്കുക,
കെട്ടിയോനെ നന്നായിട്ട് ശുശ്രൂഷിച്ചെന്നല്ല എഴുതി വെച്ചിരിക്കുക. മക്കളെ മരണത്തിന് വിട്ടുകൊടുത്ത ഒരു അമ്മയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രശംസ അർഹിക്കുന്നതിന് കാരണം, ഒന്നാമത്തെ കാരണം, കർത്താവിനുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പ്രിയപ്പെട്ടവരെ, കൺമുമ്പിൽ ക്രൂശിതനായ ഈശോ വേണം. സഹിക്കണമെങ്കിൽ ഈശോയെ കൺമുമ്പിൽ കാണണം. ഒപ്പം ഒരു കാര്യം കൂടി, ക്രൂശിതന് നിനക്കൊരു പ്രത്യാശ വേണം. അതിനെഴുതിയിരിക്കുകയാണ്, കർത്താവിനുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. അപ്പോൾ ക്രൂശിതനെ കൺമുമ്പിൽ കണ്ടാൽ സഹനങ്ങൾ പ്രത്യാശയോടെ ധൈര്യപൂർവം സഹിക്കാൻ നിനക്ക് കൃപ കിട്ടും. അപ്പോൾ സഹനമില്ലെന്ന് കർത്താവ് പറയുന്നില്ല. സഹനമുണ്ടെങ്കിൽ അത് ധൈര്യപൂർവം സഹിക്കാനുള്ള കൃപയാണ് കർത്താവ് നമുക്ക് തരിക. വീണ്ടും പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി. എന്താണ്? പിതാക്കന്മാരുടെ ഭാഷയിൽ അവർ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, പിതാക്കന്മാർ എന്താണോ ദൈവത്തെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത് അത് മുഴുവൻ ധൈര്യപൂർവ്വം പറയാൻ അവർക്ക് പറ്റി. അവളത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. കാരണം എന്താണ്? അവൾ വായിച്ചിട്ടുണ്ട്, വചനം വായിച്ചിട്ടുണ്ട്, അവളുടെ ഉള്ളിൽ അതുണ്ട്. അതുകൊണ്ട് അത് പറയാൻ പറ്റി. വചനം വായിക്കാത്ത അമ്മ എവിടെന്നെങ്കിലും യൂട്യൂബിൽ വചനം എടുത്തിട്ട് മകനെ 500 തവണ പറഞ്ഞു, 1000 തവണ എഴുതിക്കൊണ്ട് പറഞ്ഞാൽ അമ്മ പറയുമ്പോ അവൻ എഴുതും, പക്ഷേ അവന്റെ ഉള്ളിലേക്കൊന്നും പോവില്ല. അമ്മ വചനം വായിച്ച് ധ്യാനിച്ചപ്പോ അമ്മയിൽ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് അമ്മ ഈ സമയത്ത് മക്കളോട് പറഞ്ഞതൊക്കെ അവരുടെ ഉള്ളിലേക്ക് പോയി. വചനം വായിച്ച് പരിശുദ്ധാത്മാ പറയുമ്പോ അമ്മ പറയുന്നതൊക്കെ മക്കളുടെ ഉള്ളിലേക്ക് ഇറങ്ങും. എന്റെ അമ്മയെ, നിന്റെ മക്കളെ വളർത്തണോ? പരിശുദ്ധാത്മാവെ നിറഞ്ഞ് നീ സംസാരിക്കാൻ തുടങ്ങണം. എന്നിട്ട് എന്താണ്? അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി. പ്രത്യാശ, ധൈര്യപൂർവ്വമുള്ള സഹനം പ്രശംസയ്ക്ക് കാരണമാണ്. അവള് വലിയ പ്രത്യാശയാണ്, ധൈര്യത്തോടെയുള്ള സഹനമാണ്. പിന്നെ എന്താണ്? വായിച്ച വചനങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ധൈര്യം പകരാൻ അവൾക്ക് കൃപയായി. പിന്നെ എന്താണ് അവളുടെ അടുത്ത പ്രത്യേകത? ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യം. വചനം ഇതാണ്, ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യം എന്ന് പറയുമ്പോ ഉറച്ചു നിൽക്കുന്ന വിശ്വാസം. നിങ്ങളോട് പറഞ്ഞു, ആത്മാവ് അവനിൽ പ്രവേശിച്ച് അവനെ കാലുകൾ ഉറപ്പിച്ച് നിർത്തി. എസെക്കിയേൽ 2:2. അപ്പോൾ എന്താണ്? ഉറപ്പ്, ധൈര്യം, സ്ഥിരത പരിശുദ്ധാത്മ കൊടുത്തിരിക്കുകയാണ് അവളില്. അപ്പോൾ വലിയ വിശ്വാസദാർഢ്യമുണ്ട്. പിന്നെ അടുത്തത്, സ്ത്രീ സഹജമായ വിവേചനശക്തി, വിവേചനവരം. പരിശുദ്ധാത്മാവിന്റെ വിവേചനവരം ഈ മകളിൽ ശക്തമായി നിൽക്കുകയാണ്. പിന്നെ എന്താണ്? പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അപ്പോൾ പുരുഷന്മാർക്കൊത്ത ധീരത, ധൈര്യം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ധൈര്യം, ആത്മസംയമനം, ആത്മധൈര്യം അവൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവളുടെ ജീവിതത്തിൽ വീണ്ടും വചനം 21 വായിക്കാം. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അവൾ പറഞ്ഞു, നിങ്ങൾ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്നത് എനിക്ക്, നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിയില്ല. തന്റെ അജ്ഞത, തന്റെ കുറവ്, തന്റെ നിസ്സാരത. എന്നിട്ട് അവൾ പറയുകയാണ്, നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. അതായത് എന്താണ്? ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചു. അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. വീണ്ടും അമ്മയുടെ ഉദരത്തിൽ വിസ്മയനീയമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചു. സങ്കീർത്തനൻ പറയുന്നതാണ്. ജെറമ്യാ പ്രവാചകന്റെ കർത്താവ് പറഞ്ഞു 1:4, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അതുപോലെ തന്നെ സങ്കീർത്തനൻ പറയുകയാണ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ വിസ്മയനീയമായി അവൾ തന്നെ സൃഷ്ടിച്ചു. സങ്കീർത്തനം 139 അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിസ്മയനീയമായി ദൈവം തന്റെ മക്കളെ സൃഷ്ടിച്ചതാണ്. താനല്ല, തനിക്കറിയില്ല ഇവരെങ്ങനെ രൂപം കൊണ്ട്
ലോക സൃഷ്ടാവ്. മക്കളോട് എന്താ പറയുന്നേ? ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശാസ്ത്രവും വീണ്ടും നൽകും. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ, കർത്താവിന് വേണ്ടി നിങ്ങൾ മരിക്കാൻ തയ്യാറായോ? ഇത് തിരിച്ചു തന്നോളൂ നിങ്ങൾക്ക്. അതാണ് അമ്മ പറഞ്ഞത്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, നമ്മുടെ മക്കള് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ മാത്രം തയ്യാറാകുന്ന സ്ത്രീ സഹജമായ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, പുരുഷോചിതമായ ധീരത, വിവേചന വരം നിനക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിനക്കത് തരാൻ പോവുകയാണ്. നീയും ഇതുപോലൊരു അമ്മയായി മാറണം. കർത്താവിന്റെ വലിയ കൃപയ്ക്ക് പാത്രമാകുന്ന ഒരമ്മയായി മാറാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. 2 മക്കബാർ 7-ാമത്തെ അധ്യായം 20-23 വരെയുള്ള വചനങ്ങൾ ശക്തമായ വചനമാണ്. ദൈവം നമുക്ക് തരുന്ന വചനമാണ്. ആ വചനം നമുക്ക് വേണം. പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, കർത്താവ് ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ കൃപയാ നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റെല്ലാം മറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ടാലേ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പടിയെങ്കിലും നമുക്ക് വളരാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും, താണു പോകും. പ്രതിസന്ധികൾ ഏറെ നിൽക്കുകയാണ്. മക്കൾ ലോകത്തിലേക്ക് വീണു പോയിരിക്കുകയാണ്. കുടുംബം മദ്യപാനത്തിനും കലഹത്തിനും വീണു പോയിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ സഹജമായ ഒരു വലിയ വിശ്വാസവും ധീരതയും വിവേചന ശക്തിയും ഒക്കെ നമുക്ക് വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ആത്മീയ ബലങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കും. എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ മാതൃത്വ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവേ, വലിയ പ്രത്യാശ, സഹനത്തിൽ പ്രത്യാശ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസദാർഢ്യം, ഉറപ്പ്, സ്ഥിരത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വിവേചന വരം ഓ കർത്താവ് ഈ മക്കൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവിക ദാനം നിറയട്ടെ. ഓ കർത്താവേ, ഈ മക്കളില് വിശ്വാസവും ധീരതയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ യഥാർത്ഥ അമ്മയായി സ്വർഗത്തിന് വേണ്ടി മക്കളെ രൂപപ്പെടുത്തുന്ന, കുടുംബത്തെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്ന, സ്വർഗത്തിന് രക്തസാക്ഷിത്വ കിരീടം ലഭിക്കാൻ തക്ക വിധം മക്കളെ ഒരുക്കുന്ന അമ്മമാരായി ഈ അമ്മമാരെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി മനമുയർത്തി സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന ദിവസമാണ്. ആഴത്തിൽ ആഴത്തിൽ ആത്മശക്തി നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പറഞ്ഞിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, ആഴത്തിൽ എന്നോട് ഇടപെടണേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ആഴത്തിൽ എന്നോട് ഇടപെടണേ. ആത്മാവിൽ എന്നോട് ഇടപെടണേ. പ്രാർത്ഥിക്കും മക്കളെ. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ചേർത്ത് വെച്ച് ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ. ആത്മാവിൽ എന്നോട് ഇടപെടണേ എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ. നിറയട്ടെ, 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 നിറയട്ടെ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. നമ്മുടെ ധ്യാനത്തിന്റെ അവസാന നിമിഷത്തിന്റെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് തിരുവോസ്തിയിൽ എഴുന്നള്ളി വരുമ്പോ നമ്മുടെ ജീവിതവും മനസ്സും എല്ലാം ചേർത്ത് വെച്ച് ഉള്ളുരുകി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയപ്പെടുന്ന ദൈവ സ്വരം കേൾക്കുന്ന ഒരമ്മമാരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, ഈശോ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഈശോ നിങ്ങളുടെ കൂടെ വരും. നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ, മഴ പോലെ പെയ്തിറങ്ങുന്ന അഭിഷേകം, അതൊക്കെ എനിക്ക് തരണം. വാടി തളർന്നിരിക്കുന്ന ജനമാണ് ഞാൻ. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ, അങ്ങ് ധാരാളം മഴ പെയ്ച്ചു. 68-ാമത്തെ സങ്കീർത്തനത്തില് വചനം പറയുകയാണ്, കർത്താവേ, അങ്ങ് ധാരാളം മഴ പെയ്ച്ചു. 9-ാമത്തെ വചനം, അങ്ങയുടെ വാടിത്തളർന്നിരുന്ന അജഗണത്തെ അങ്ങ് പൂർവ്വസ്ഥിതിയിലാക്കി. അങ്ങനെ അജഗണം അതൊരു വാസസ്ഥലം കണ്ടെത്തി. വാടിപ്പോയിരിക്കുന്ന, തളർന്നിരിക്കുന്ന, ബലം നഷ്ടപ്പെട്ടു പോയ
നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ തീപ്പൊരി ആളി കത്തണം. ഓ പരിശുദ്ധാത്മാവേ, എന്നെ മാറണേ. എന്റെ പരിശുദ്ധാത്മാവേ, ഞാൻ നിന്റെ കൂട്ടുകാരിയായി മാറാൻ, നിന്റെ കൂടെ നടക്കാൻ, എന്റെ കൈ പിടിക്കണേ. എന്റെ ശരീരം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താൻ, എന്റെ കൺമുമ്പിൽ ദൈവത്തെ കാണാൻ, ദൈവ സ്വരം കേൾക്കാൻ, കൃപ നിറഞ്ഞ ഒരു അമ്മയായി എന്റെ മക്കളെ ഈശോയെ വളർത്തുന്ന ഒരു അമ്മയാക്കി എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങള് കർത്താവ് ദിവികാലത്ത് എഴുന്നള്ളി വരുമ്പോ എല്ലാം മറന്ന് ആരാധിക്കാൻ പോവുകയാണ്. നമ്മള് ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മൾ അറിയപ്പെടാൻ പോവുകയാണ്. എല്ലാ മക്കളും സാധിക്കുന്നവർക്ക് മുട്ടുമേലായിരിക്കുക. കർത്താവെ, എന്നിലേക്ക് ഇറങ്ങി വരണേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നികരണെ നിറയ്ക്കണമേ. എന്നെ ആളി കത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്ന് മനസ്സിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ്യ ഈശോയെ നമ്മുടെ മക്കളിലേക്ക് ക്ഷണിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിയിൽ ആഗതനായിരിക്കുന്ന ഈശോ നമ്മെ ഓരോരുത്തരെയും തന്റെ കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും അലങ്കരിക്കാൻ അടുത്തു വന്നിരിക്കുന്ന ഈശോ, ജനക്കൂട്ടം അവനെ കാണാൻ തിക്കിക്കൊണ്ടിരുന്നുവെന്ന് വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് ഈശോയെ കാണാൻ ആഗ്രഹിച്ച, തിക്കിക്കൂടിയ, ഈശോയെ കാണാൻ കൊതിച്ച ആ ജനസമൂഹത്തെ പോലെ എന്റെ ഈശോയെ കാണാൻ ആഗ്രഹിച്ച് ഈശോയുടെ അടുത്തോട്ട് നമുക്ക് ചേർന്ന് നിൽക്കാം. എന്റെ ഈശോയെ, നീ നടന്നു പോയപ്പോൾ വഴിയരികിലിരുന്ന അന്ധനെ നീ കണ്ടപ്പോൾ കാഴ്ച മങ്ങിപ്പോയ അന്ധനെ നിന്നെ കാണാൻ പറ്റിയില്ല. പക്ഷെ നീ അവനെ കണ്ടതുകൊണ്ട് അന്ധന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായെങ്കിൽ, എന്റെ ഈശോയെ, ജീവിതത്തിന്റെ സങ്കടങ്ങളും നമ്പരപ്പാടുകളും പരാതികളും ഒക്കെ കൊണ്ട് എന്റെ കുടുംബത്തിൽ ഇടപെടുന്ന നിന്നെ കാണാൻ പറ്റാതെ പോയിട്ടുണ്ട് കർത്താവേ. ഇന്നിതാ നിന്നെ കാണാൻ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഈശോയെ, നിന്റെ അടുത്തേക്ക് ഇതാ വലിയ ദാഹത്തോടെ ആഗ്രഹത്തോടെ ഞാനിതാ കർത്താവെ കടന്നു വന്നിരിക്കുന്നു. ഓ എന്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് എല്ലാ ഹൃദയങ്ങളും ഈശോയെ നോക്കി പറയട്ടെ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, തൃത്വൈക ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ബലവാനെ അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ അവിടുന്ന് പരിശുദ്ധനാകുന്നു. ഓ കർത്താവേ, നിന്നെ ആരാധിക്കുന്ന തൃത്വമേ, നിന്റെ ചുറ്റോട് ചുറ്റുമായിരിക്കുന്ന പരിശുദ്ധ മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് ഞാനും വെളിയവളായ ഞാൻ, എനിക്കുള്ളത് പ്രിയപ്പെട്ട ഈ മക്കളുടെ കുടുംബത്തോട് ചേർന്ന് ഇതാ ഈശോയെ നിന്നെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട മകളെ, നീ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോ നിന്റെ ആത്മാവിന്റെ കണ്ണുകൾ തുറന്ന് നീ ഈശോയെ കണ്ടുകൊണ്ട് നിന്റെ അടുക്കലേക്ക് ആത്മാവിൽ നിന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം ചേർത്ത് പിടിക്കുക.
സമഗ്രമായി സമ്പൂർണമായി ഈശോ അനുഗ്രഹിക്കാൻ, ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തതിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ഈശോ കടന്നു വന്നിരിക്കുന്ന സമയമാണിത്. എന്റെ ഈശോയെ, ഇതാ ഞാൻ, ഈശോയെ ഇതാ ഞാൻ, ഇതാ അടിയന്റെ കുടുംബം, ഇതാ അടിയനിതാ കർത്താവേ, ഇതാ അടിയനിതാ കർത്താവേ, അടിയനിതാ കർത്താവേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കി അടിയനിതാ, അടിയനിതാ എന്ന് കർത്താവ് ഇപ്രകാരം നമ്മോട് പറയുകയാണ്. തിരുവോസ്തിയിലേക്ക് തന്നെ കണ്ണു പതിക്കട്ടെ. കർത്താവെ, എന്റെ മുഖം അങ്ങയെ തേടുന്നു. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞാൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ സങ്കീർത്തകനെ പോലെ തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കി അവന്റെ പ്രകാശിപ്പിക്കപ്പെടുന്ന മുഖം നമുക്ക് കാണാം. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. വീണ്ടും ഈശോ പറഞ്ഞു, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. ഓ കർത്താവേ, ഇതാ നിന്റെ വലിയ സ്നേഹവും കൃപയും അതുല്യമായ ദൈവിക പ്രകാശവും കൊണ്ട് എന്റെ കുടുംബത്തിന്റെ എല്ലാ അന്ധകാര മേഖലകളും പ്രകാശിതമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുവോസ്തിയിലേക്ക് ഇതാ കർത്താവെ ഉറ്റുനോക്കി എന്റെ കുടുംബം ഇതാ കർത്താവെ നിന്റെ മുഖം തേടുന്നു. ഓ കർത്താവെ, എന്റെ കുടുംബം ഇതാ നിന്റെ മുഖം തേടുന്നു കർത്താവെ. എന്റെ മക്കൾ ഇതാ നിന്നെ തേടുന്നു കർത്താവെ. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നീ ആയിരിക്കുന്ന കുടുംബം കർത്താവിനെ ഒന്നാകെ തേടുവാൻ, തേടുന്നില്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് വന്ന് കർത്താവിനെ തേടുവാനുള്ള കൃപ ഈ ആരാധന മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവ്, മാനസാന്തരം തരുന്ന പരിശുദ്ധാത്മാവ്, ഫലദാന വരങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാമാരി നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. ഈശോ, എന്റെ ഈശോയെ, ഈശോ 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 ഈശോ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഞെരുക്കപ്പെട്ട ജീവിതങ്ങൾ നിന്നെ വിളിക്കുന്നു യേശുവേ. ഹൃദയം തകർന്ന ജീവിതങ്ങൾ നിന്നെ വിളിക്കുന്നു കർത്താവേ. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട കർത്താവേ, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. ഇന്നേ ദിവസം ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു കർത്താവ്, ട്യൂമർ രോഗികളെ സമർപ്പിക്കുന്നു കർത്താവെ. ജീവിതം തകർന്ന് വിചാരിക്കുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ്, ഈ പരിശുദ്ധമായ ആരാധനയിൽ ഈ മക്കളെല്ലാം കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളെയും ചേർത്ത് വെച്ച് നിന്നെ വിളിക്കുന്നു യേശുവേ, 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 യേശുവേ. ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആരാധനായ കർത്താവിനെ ആരാധിക്കും പരനെ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു പൂർണ്ണമനസ്സോടെ. പരിശുദ്ധ മാലാഖമാർ ആരാധിക്കുന്ന കർത്താവിനെ മതിമറന്ന് കൈകളടിച്ച് പാടി നമുക്ക് ആരാധിക്കാം.